അപ്പൊ ഗൈസ് ഇന്ന് വളരെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണ് ഞങ്ങളെ സംബന്ധിച്ചിട്ട്. ഞങ്ങൾ ഇങ്ങനെ വന്നിരുന്ന നിങ്ങൾക്ക് അറിയാം ഞങ്ങൾ എന്തോ സ്പെഷ്യൽ ആയിട്ട് നിങ്ങളുടെ അടുത്ത് കാര്യങ്ങൾ പറയാനുണ്ട് എന്നുള്ളത്. അതേപോലെ ഞങ്ങളുടെ ലൈഫിൽ, ഞങ്ങളുടെ 4 പേരുടെ ലൈഫിൽ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണെന്ന്. കാരണം ഇന്ന് ശ്രീൻ്റെ എന്താ പറയുക, ഒരുപാട് കാലത്തെ ഇൻസെക്യൂരിറ്റി, ടെൻഷൻ, വിഷമം അതൊക്കെ മാറ്റി ശ്രീ ആഗ്രഹിക്കുന്ന ഒരു സംഭവം സഫലീകരിക്കാൻ പോകുന്ന ഒരു ദിവസമാണിന്ന്. ഓക്കെ, ഏറ്റവും കൂടുതൽ കൺസേൺ ഉള്ളതും ഒക്കെ ഓള് കാഴ്ചേൻ്റെ ഒരു പ്രശ്നമാണ്. കണ്ണട ഇടാന്ന് പറയുന്നത് ഓക്ക് ഒരു ലിമിറ്റിനപ്പുറത്തോട്ട് കാഴ്ച കുറച്ച് കുറവാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഇത്രയും വർഷത്തെ ആ ഒരു ആഗ്രഹം സാധിക്കാൻ വേണ്ടി പോവാണ്. ഇന്ന് അവളുടെ കണ്ണിൻ്റെ സർജറിയാണ് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ണിൻ്റെ സർജറി കഴിയുന്നതോടുകൂടി ഞങ്ങൾക്ക് എങ്ങനെ കാണാൻ പറ്റുന്നോ അതുപോലെ തന്നെ ശ്രീക്കും ബാക്കിയുള്ളതൊക്കെ കാണാൻ പറ്റും. എൻ്റെ കാഴ്ച എന്ന് പറയുമ്പം ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ സല്ലോടെ അടുത്താണ്, ഇത് 1 മീറ്റർ ആ ഒരു 2 കൈ, ഇതിപ്പോൾ നമ്മൾ 2 തവണ കൈ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എത്ര ദൂരം ഉണ്ടാവും, അത്രയും ആ ഡിസ്റ്റൻസ് ആണ്. പക്ഷെ ഇപ്പം എനിക്ക് ആ ക്യാമറ വരെ അത്ര ക്ലിയർ ആയിട്ട് കാണാനില്ല. കുറച്ചടുത്തേക്ക് വന്ന് ഇങ്ങോട്ട് വാ, പോട്ടെ, ഇനി വാ. ഇപ്പോഴാണ് എനിക്ക് ക്യാമറേന്റെ എഴുത്തും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് കാണുന്നത്. അതായത് ഒരു കൈയിന്റെ ഡിഫറൻസ് ആ ഒരു ഇതിൽ നിന്നാല് ശ്രീക്ക് തൊട്ടടുത്തുള്ള എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ വിചാരിക്കും കണ്ണട ഇടാതെ നമ്മള് എന്താ പറയാ വ്ളോഗൊക്കെ എടുക്കുന്ന സമയത്ത് സ്പെക്സ് എടുക്കും ഊരും അങ്ങനെയാണ്. അപ്പൊ ആ ഒരു ധാരണയിൽ ഇങ്ങനെ സംസാരിക്കാന്നുള്ളൂ. ഏകദേശം നമ്മളൊരു ധാരണയിൽ സംസാരിക്കുന്നുള്ളൂ. പിന്നെ ഞാനിങ്ങനെ ഇടയ്ക്ക് തമാശക്ക് തന്നെ പറയാറുണ്ടോ, എനിക്ക് പിന്നെ സ്പെക്സ് ഊരിയാൽ വലിയ കുഴപ്പമൊന്നുമില്ല, ചുറ്റിലുള്ളൊന്നും എനിക്ക് കാണാൻ പറ്റൂലോ. കാരണം സ്റ്റേജിൽ കയറുന്ന സമയത്ത് ഒക്കെ ശ്രീക്ക് എന്താന്ന് വെച്ചാല് എന്നോടൊക്കെ ഇങ്ങനെ തമാശയായിട്ട് പറയും, 5ന്റെ ഹെൽത്തിന്റെ സമയത്ത് ഞങ്ങൾ ഡാൻസ് കളിക്കാൻ കയറിയല്ലോ. അപ്പൊ ഇങ്ങനെ ശ്രീ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല, കാരണം എനിക്ക് ഓഡിയൻസിനെ എനിക്ക് കാണാൻ പറ്റില്ല. അതായത് എനിക്ക് ബ്ലറായിട്ടേ കാണുള്ളൂ, കാരണം എനിക്ക് ഒന്നും കാണൂല. നമ്മൾ സ്റ്റേജിൽ കയറിയെന്ന് വെച്ചാൽ ആരെങ്കിലും എക്സ്പ്രഷൻ, മുഖത്തിന്റെ എക്സ്പ്രഷൻ ഒക്കെ ഇടുമ്പോൾ അതെന്തോ മോശമാവുണ്ടോ അതൊക്കെ അറിഞ്ഞാലെന്തേ പ്രശ്നമുള്ളൂ. അത് കാണൂല ഞാൻ എന്തായാലും. അപ്പൊ പിന്നെ എനിക്ക് എന്തായാലും പ്രശ്നം വരാനില്ല. സംഭവം തമാശക്കൊക്കെ ഇങ്ങനെ പറയെങ്കിലും ഒരുപാട് കാലമായിട്ടുള്ള എൻ്റെ ഒരു കൺസേൺ ആണ് ഈ ഒരു സ്പെക്സ് എന്ന് പറയുന്നത്. ഇത് ഇടുന്നത് വലിയ മോശം കാര്യമായിട്ടൊന്നുമല്ല, പക്ഷെ ഇത് ഇടുമ്പം ഈ ഒരു സാധനം കാരണം എനിക്ക് ഒരുപാട് ട്രോമാസ് പണ്ട് മുതലേ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ ഭയങ്കര ഡിസ്കംഫേർട്ടാണ് ഈ ഒരു സ്പെക്സ് ഇടുക എന്നുള്ളതിൽ. ചിലവർക്ക് ഈ കണ്ണ് ചെറിയ പ്രശ്നമുള്ളവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും സ്പെക്സ് ഇടുന്നത്. അതല്ലാതെ ഇടുന്നവർക്ക് ഓക്കെ, വലിയ കുഴപ്പമില്ലാത്ത രീതിയിലായിരിക്കും. പക്ഷെ ഇവളെ കേസിൽ എന്ന് പറയുമ്പോൾ ഒക്കെ സ്പെക്സ് ഇടുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു സാധനം. അതെ, അത് മുന്നേ ഉണ്ടായിട്ടുള്ള കളിയാക്കലുകളും ചിലരുടെ കുത്തുവാക്കുകളും കാരണമാണ് അത് അത്രയും ഒരു ബുദ്ധിമുട്ടായിട്ട് മാറിയിട്ടുള്ളത്. ചിലവർക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും അങ്ങനത്തെ കുത്തുവാക്കുകളും കളിയാക്കലൊക്കെ കേട്ടിട്ടുള്ളവർക്ക്. പക്ഷെ ഇവർക്ക് കൃത്യമായിട്ട് അറിയാം. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പണ്ടത്തെ ഓരോ സാധനങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ മൈൻഡിലുള്ള സാധനങ്ങൾ എനിക്ക് എന്താ വിഷമമാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞ് തീർക്കുന്ന ടൈപ്പാണ്. അപ്പോൾ പണ്ട് മുതലേ ഉള്ള കാര്യങ്ങൾ ഇവർക്ക് കൃത്യമായിട്ട് അറിയാം. ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു 8ാം ക്ലാസ് മുതലാണ് എൻ്റെ കാഴ്ചയ്ക്ക് പ്രശ്നം പറ്റി തുടങ്ങിയത്. അപ്പോൾ 8th പഠിക്കുന്ന നിങ്ങൾക്ക് ഓർമ്മയില്ലേ, ഫസ്റ്റ് ഞാൻ സ്പെക്സ് ഒക്കെ ഇട്ട് വന്ന സമയത്ത് ഇങ്ങനത്തെ, ഇതിപ്പോൾ ഫ്രെയിംലെസ് ആണ്. ഇതാണ് ഞാൻ സ്ഥിരമായിട്ട് വർഷങ്ങളായിട്ട് ഫ്രെയിംലെസ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിനും കാരണമുണ്ട്. അപ്പം ഫസ്റ്റ് തന്നെ ഞാൻ ഈ ഫ്രെയിമുള്ള ടൈപ്പ് കണ്ണട ഇട്ടിട്ടാണ് പോയത്. ഞാൻ കണ്ണട ഇട്ട് ആ ക്ലാസ്സിലേക്ക് കയറിയപ്പോൾ തന്നെ പുതിയ ലുക്കിലാണല്ലോ എന്നൊക്കെ അങ്ങനെ എന്തൊക്കെയോ തുടക്കത്തിൽ കുട്ടികൾ ഇങ്ങനെ തമ്മിൽ ഇങ്ങനെ പറയും. അത് പറഞ്ഞു. നമ്മൾ ക്ലാസ്സിലിരുന്നു, 2, 3, 4, 5 പീരീഡ് കഴിഞ്ഞു. അതിനുശേഷം പിന്നെ മാത്സ് പീരീഡ് വന്നു. ഞങ്ങളുടെ സ്കൂൾ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഞങ്ങൾക്ക് ഒരുപാട് ട്രോമാസും കൂടി തന്നിട്ടില്ല. എസ്പെഷ്യലി ഞാൻ ഭയങ്കര ആക്റ്റീവായിട്ട് ഇങ്ങനെ നടക്കുന്ന ടൈപ്പായിരുന്നു. എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ട്രോമാസ് കിട്ടിയിട്ടുള്ളൊരു സ്ഥലമാണ് എൻ്റെ 10ാം ക്ലാസ് വരെയുള്ള സമയം എന്ന് പറഞ്ഞാൽ. സത്യം പറഞ്ഞാൽ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് എനിക്ക് ഇറങ്ങാൻ പറ്റുമോ അത്രയും സന്തോഷം എന്ന് വിചാരിച്ചിരുന്ന ആളായിരുന്നു. അപ്പം ഞാൻ ഈ ക്ലാസ്സിലേക്ക് കയറി ഒരു 4-5 പീരീഡ് കഴിഞ്ഞു. അടുത്ത പീരീഡിൽ മാത്സ് ടീച്ചർ വന്നു. ഞാനിങ്ങനെ കണ്ണടയൊക്കെ ഇട്ടിരിക്കുന്ന പറഞ്ഞ് പെട്ടെന്ന് പിന്നെ വിളിച്ച് നമ്മൾ മാത്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബോർഡിൽ, അതായത് നമ്മള് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ബോർഡിൽ എഴുതിയിട്ട് നമ്മളെ റാൻഡം ആയിട്ട് കുട്ടികളെ വിളിക്കും. അതുപോലെ ഇനിയും വിളിക്കലുണ്ട്, അങ്ങനെ എല്ലാ കുട്ടികളും വിളിക്കാറുണ്ട്. അപ്പൊ എന്നെ വിളിച്ച് ആ സോഡാ പോപ്പ് ഇങ്ങോട്ട് എണീച്ചേ. അപ്പൊ തന്നെ ക്ലാസ് ഉള്ളിൽ ചിരിച്ചു.
ഞാൻ സത്യം പറഞ്ഞാല് ഫുള്ള് നമ്മുടെ ഒരു ധൈര്യം അങ്ങോട്ട് പോകും. അല്ല, ഒരാളെ നമ്മളിങ്ങനെ എന്താ പറയാ വിളിക്കാനോ അല്ലെങ്കിൽ അഭിസംബോധന ചെയ്യാനുള്ള ഒരു സാധനം ഒന്നല്ല ഈ ഇങ്ങനത്തെ ഒരു പേര് എന്നൊക്കെ പറയുന്നത്. അത് നമുക്ക് സ്വയമായിട്ടൊരു കൺസേൺ ഉണ്ടാവും. ഞാനിങ്ങനെ കണ്ണട വെച്ചിരിക്കുമ്പോൾ ആൾക്കാർ എന്നെ എങ്ങനെയും കാണുന്നുണ്ടാവാന്നൊക്കെ നമ്മൾ സ്വയം ചിന്തിക്കുന്നിടത്തുനിന്ന് വേറൊരാൾ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് ഇൻസെക്യൂർഡ് ആവുന്ന രീതിയിൽ അങ്ങനെയും കൂടി ഒരു ആക്ട് ഉണ്ടാവുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണത്. നേരെ എന്നെ വിളിച്ചു, ആ സോഡാ കോപ്പി ഇങ്ങോട്ട് എണീച്ചെന്ന് പറഞ്ഞു. അപ്പൊ ക്ലാസ് ഫുള്ള് ചിരിച്ചു. ഞാനെല്ലാം കൂടെ ഞാൻ തണുത്ത് മരവിച്ച ആ ഒരു അവസ്ഥയിലായി. ഫസ്റ്റ് ഈ കണ്ണട വെച്ചതിന് എനിക്ക് കിട്ടുന്ന ഒരു വാക്കാണത്. ഞാൻ അവിടെ നിന്ന് എണീച്ച് ബോർഡിൽ പോയി, എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് അറിയുന്നതാണ് ഇവരെ സത്യം പറഞ്ഞാൽ ആ ഒരു മൊമെന്റിൽ നമ്മളെ മറന്നു. ബാക്കി എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. പിന്നെ ക്ലാസ്സിൽ എല്ലാവരും ഇങ്ങനെ സോഡാ കുപ്പി അടുത്ത ക്ലാസ്സിലേക്ക് വരെ പരന്നു. അപ്പൊ ഈ സാധനം ഇങ്ങനെ വിളിക്കുന്ന ഞാൻ കേൾക്കുന്നത്. അന്ന് ഞാൻ ഡോക്ടറെ കാണിച്ച സമയത്ത് ഡോക്ടർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരു 2 വർഷം ഇപ്പം ഇട്ടാൽ മതി, അങ്ങനെയാണെങ്കിൽ മോൾക്കിനി ജീവിതകാലം മുഴുവൻ ഇടേണ്ടി വരില്ല, പക്ഷേ ഇടണം, സ്പെക്സ് ഇടണം എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ മാക്സിമം ഈ സാധനം ഒഴിവാക്കാനേ നോക്കുകയുള്ളൂ. പിന്നെ പുറത്തുനിന്ന് കാണുന്ന ടീച്ചേഴ്സും വിളിക്കുന്ന 2-3 ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു അന്ന്. ഈ മാത്സ് ടീച്ചറാണ് മെയിനായിട്ട് തുടങ്ങി വെച്ചത്. പിന്നെ നേരെ സ്പ്രെഡായി എല്ലാവരുടെ അടുത്തേക്കും പോന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സോഡാ കുപ്പി എവിടെ, ഇങ്ങനെയൊക്കെയാണ് വിളിക്കുക. എനിക്കത് അന്ന് തന്നൊരു ഇൻസെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഭയങ്കരമാണ്. നമ്മളെ ബാക്കിയുള്ളവർ ഭയങ്കര മോശമായിട്ട് കാണുക, കളിയാക്കാൻ മാത്രമായിട്ട് അവർ ചിരിക്കുന്നുണ്ട്, അവർ സന്തോഷിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ആ ഒരു വാക്ക് കേട്ടിട്ട് എത്രത്തോളം വിഷമിക്കുന്നു എന്നുള്ളത് അത് ആ ഒരു സ്ഥാനത്ത് നിന്ന് നോക്കിയാലേ അവർക്കൊക്കെ മനസ്സിലാവുള്ളൂ. അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ സാധനങ്ങൾ കൊണ്ടുള്ള എൻ്റെ പ്രശ്നം. ഞാൻ പിന്നെ യൂസ് ചെയ്തില്ല. ഞാൻ പിന്നെ ഒരു 2 വർഷം എന്നോട് ഇടാനല്ലേ പറഞ്ഞത്. ഞാൻ മെല്ലെ ഈ സാധനം ഒഴിവാക്കി. വീട്ടിൽ നിന്ന് ഞാൻ ഇട്ടില്ല, എനിക്ക് ചീത്ത കേൾക്കും. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഇട്ടു എന്നുള്ള രീതിയിൽ പോയിട്ട് വഴിയിലെത്തിന് ഞാൻ ഒഴിവാക്കും. അപ്പോൾ ഭയങ്കരമായിട്ട് അന്ന് എൻ്റെ കാഴ്ച പോയിട്ടില്ലായിരുന്നു കേട്ടോ. ഇത്രയൊന്നും വലിയ പ്രശ്നമില്ലായിരുന്നു. എനിക്ക് ഒരു വിധം വരെ കാണും. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ മെല്ലെ ഒഴിവാക്കി. പിന്നെ കണ്ണടയൊക്കെ ഞാൻ ഒഴിവാക്കി. കണ്ണട ഇടില്ല എന്നുള്ളത് വീട്ടുകാർക്ക് മനസ്സിലായി. അന്ന് ഈ ഫ്രെയിമുള്ള ടൈപ്പ് കണ്ണടയാണ്. ഫ്രെയിംലെസ്സിന് അന്നാണ് ഭയങ്കര നമുക്ക് ക്യാഷും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. ഫ്രെയിംലെസ്സിന് ഭയങ്കര വിലയാണ്, ഫ്രെയിം ഉള്ളതിന് വില കുറവാണ്. ഇപ്പോൾ ഫ്രെയിം ഉള്ളതായിരുന്നു എനിക്ക് മേടിച്ചു തന്നിരുന്നത്. പക്ഷെ അന്നത്തെ ആ ഒരു ദിവസത്തോടെ സത്യം പറഞ്ഞാൽ എനിക്ക് പിന്നെ ഇത് ഇടാനുള്ള കോൺഫിഡൻസ് തീരെ പോയി. അപ്പോൾ വീട്ടിൽ നിന്ന് ഞാൻ ഇട്ടു എന്ന് വരുത്തിയിട്ട് വഴിയിലെത്തിയിട്ട് ഞാൻ ഈ സാധനം ഒരു പോക്കറ്റിൽ വെക്കും, അല്ലെങ്കിൽ വേറെ ബാഗിൽ വെക്കും. എന്നിട്ട് പിന്നെ ഫുള്ള് കണ്ണട ഇടാണ്ട് തന്നെ നടക്കും. അന്ന് സത്യം പറഞ്ഞാൽ ഈ സ്പെക്സ് ഇട്ടിരുന്നെങ്കിൽ ഇന്ന് ഇത്രയും വേഴ്സ് ആവില്ലായിരുന്നു എൻ്റെ കണ്ണിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ. ഇത് ഊരി വെച്ചാൽ വരെ പിന്നെ സോഡാ കുപ്പി എന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് അവിടുത്തെ 2 വർഷം കഴിഞ്ഞു, 2-3 വർഷം കഴിഞ്ഞ് നമ്മൾ 11th എത്തുന്ന സമയത്ത് നമുക്കൊരു ഫ്രീ ആയിട്ടൊരു കണ്ണ് ടെസ്റ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അന്ന്. അപ്പോൾ ആ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാ കുട്ടികളെയും ടെസ്റ്റ് ചെയ്ത് അവസാനം ഞാനെത്തി എൻ്റെ കണ്ണ് ടെസ്റ്റ് ചെയ്ത സമയത്ത് അത് മറ്റേ മെഡിക്കൽ സ്റ്റുഡൻസ് അങ്ങനെ എന്തോ ഒരു ക്യാമ്പ് എന്തോ ആയിരുന്നു. അപ്പോൾ അവരെന്നെ അവിടെ നിർത്തിച്ചു. അപ്പോൾ എന്നിട്ട് അവർ പറഞ്ഞു കണ്ണ് കുറച്ച് ബുദ്ധിമുട്ടാണ്, പവർ കുറച്ച് കുറവാണ്, അപ്പോൾ ഇപ്പോൾ ഒന്ന് കണ്ണട ഇടുന്നതായിരിക്കും നന്നാവുക, ഒരു 3 വർഷം കണ്ണട ഇട്ടാൽ പിന്നെ ലൈഫ് ലോങ് അതൊന്ന് സെറ്റ് ആയിക്കോളും. അങ്ങനെ പിന്നെ അവർ പറഞ്ഞു. ഞാൻ അവരുടെ അടുത്ത് തന്നെ പറഞ്ഞു എനിക്ക് കണ്ണട ഇടുന്നത് ഞാൻ കംഫർട്ടബിൾ അല്ല, അപ്പം എന്നാൽ പിന്നെ കോണ്ടാക്ട് ലെൻസിലേക്ക് മാറാൻ പറ്റുമോ? അപ്പം അതും എനിക്ക് പറ്റൂല, കാരണം എനിക്ക് അതെന്തായാലും മേടിച്ചു തരാൻ പോകില്ല. കോണ്ടാക്ട് ലെൻസ് എന്നൊക്കെ പറഞ്ഞാൽ വീട്ടുകാർക്ക് ഭയങ്കര പേടിയുള്ള സാധനമാണ്. അപ്പോൾ ലെൻസ് എന്തായാലും എനിക്ക് മേടിച്ചു തരുമല്ലോ, ഞാൻ കംഫർട്ടബിൾ അല്ല കണ്ണട ഇടുന്നതിന്. അങ്ങനെയൊക്കെ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞു ഇപ്പോൾ ഇടുന്നതായിരിക്കും എന്ന് പറഞ്ഞാൽ കുറേ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു. അവരെന്നെ കൺവിൻസ് ചെയ്യാൻ അവരുടെ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. കാരണം അവർക്കറിയാം ഫ്യൂച്ചറിൽ എൻ്റെ കണ്ണിന് എന്താ പറ്റാൻ പോകണമെന്നുള്ള അവർക്ക് കൃത്യമായിട്ട് അറിയായിരുന്നു. അവരെനിക്ക് മറ്റേ ഷീട്ടൊക്കെ എഴുതി തന്നു. ഞാൻ നേരെ അത് കൊണ്ടുപോയി വേസ്റ്റ് ബാസ്ക്കറ്റിലിട്ടു. കാരണം എൻ്റെ മൈൻഡിൽ കിടക്കുന്നത് ഞാൻ ഈ കണ്ണട ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും എന്നെ കളിയാക്കും, പിന്നെ ഈ സോഡാ കുപ്പി എന്നുള്ള വിളി ഞാൻ കേൾക്കേണ്ടി വരും. ഈ സാധനം കണ്ടിട്ട് സോഡാ കുപ്പി എന്നൊന്നും പറയാൻ മാത്രം ഇല്ല, പക്ഷെ സ്റ്റിൽ ബാക്കിയുള്ളവരുടെ ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ട് ഉറപ്പായിട്ട് അത് കേൾക്കുന്നുള്ള എനിക്ക് ഉറപ്പായിരുന്നു. ഞാനത് അപ്പോഴും മൈൻഡ് ചെയ്തില്ല. അവിടെ നിന്ന് കൃത്യം അന്ന് അവരൊരു സാധനം കൂടി പറഞ്ഞിരുന്നു, ഇത് ഇടാതെ ഇനി 3 വർഷം മുന്നോട്ട് പോയാൽ പിന്നെ ജീവിതകാലം മുഴുവൻ കണ്ണട ഇടേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കേട്ടോ പോകുന്നത്, അതിന് വഴി വരുത്തണ്ട എന്ന് അവർ പറഞ്ഞിരുന്നു. കൃത്യം 3 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ആ ഒരു ഡിഗ്രി ആ ഒരു സമയത്ത് എക്സാമിനൊക്കെ നമ്മൾ ഉറക്കൊളച്ച് പഠിക്കുമല്ലോ, ആ ഒരു സമയത്ത് കണ്ണിന് ഇങ്ങനെ ഒരു മങ്ങലായിട്ട് തുടങ്ങിയതാണ്. അപ്പം ഞാനൊന്നും മൈൻഡ് ചെയ്തില്ല, കാര്യം മര്യാദയ്ക്ക് ഉറങ്ങിയിട്ട് ദിവസങ്ങളായി, എക്സാമിന് നമ്മൾ അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മൈൻഡ് ചെയ്തില്ല. അങ്ങനെ പോയി അവസാനം എനിക്ക് തീരെ പറ്റുന്നില്ല, ഭയങ്കര ബ്ലേർഡായി എന്നുള്ളൊരു അവസ്ഥ വന്നു. അത് വളരെ പെട്ടെന്നായിരുന്നു കേട്ടോ സംഭവിച്ചു. അതെങ്ങനെ സംഭവിച്ചു എനിക്ക് അറിഞ്ഞൂടാ. എന്നിട്ട് ഞാൻ പിന്നെ പോയി കാണിക്കുമ്പോഴത്തേക്കിനും കണ്ണിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ 3 വർഷത്തിന് ശേഷമാണത്.
ഭയങ്കര വേസ്റ്റ് ആയിരുന്നു. എനിക്ക് എന്താ പറയുക, തീരെ ഒരു കാഴ്ച ഇല്ല എന്ന് വെച്ചാൽ ഭയങ്കര ബ്ലേർഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു. എനിക്ക് ദൂരമുള്ളതൊന്നും കാണാൻ പറ്റുന്നില്ല. ഈ ഒരു ഡിസ്റ്റൻസ് വരെ ഓക്കെ, പക്ഷെ ഇത് കഴിഞ്ഞിട്ടുള്ളതൊന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല. എനിക്ക് ഭയങ്കര വിഷമമായി. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കോളേജിലൊക്കെ പഠിക്കുന്ന സമയമല്ലേ, നമുക്ക് നമ്മുടെ ലുക്സിൽ നമ്മൾ ഭയങ്കര കൺസേൺഡ് ആയിരിക്കും. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പം പിന്നെയും കണ്ണട ഇടുക എന്നുള്ളത് എനിക്ക് ആലോചിക്കാൻ കൂടി പറ്റുന്ന ഒരു അവസ്ഥയല്ല അന്ന്. അപ്പം പിന്നെയും ടെസ്റ്റ് ചെയ്തു, പക്ഷെ പിന്നെ കണ്ണട ഇല്ലാണ്ട് എനിക്കൊന്നും കാണാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥ വന്നു. ടെസ്റ്റ് ചെയ്തു, ഇതേപോലത്തെ ഒരു കണ്ണട. പക്ഷെ അന്ന് ഞാൻ വാശി പിടിച്ചിട്ട് ഫ്രെയിംലെസ് തന്നെ മേടിച്ചു. അപ്പൊ കോളേജ് മുതൽ കറക്റ്റ് ഫ്രെയിംലെസ് തന്നെ ഞാൻ യൂസ് ചെയ്തു. കാരണം അത്രയെങ്കിലും ഫ്രെയിം കാണൂലല്ലോ. ഈ സാധനം വെക്കുന്ന എന്തായാലും കാണും, പക്ഷെ സ്റ്റിൽ ഇവിടെ ഫ്രെയിം ഇല്ലെങ്കിൽ അത്രയെങ്കിലും ഒരു ബോറ് മാറി കിട്ടുമല്ലോ. ഞാൻ എന്നിട്ട് കണ്ണടേന്റെ ആൾക്കാരുടെ അടുത്ത് പോയിട്ട് ഞാൻ പറയും, ഇത് കണ്ടോ, ഇത് ഭയങ്കര ചെറുതല്ലേ, ഇത് കുറച്ച് വലുതായിട്ടുള്ള ഫ്രെയിം ഉണ്ടാവും, ചെറുതായിട്ടുള്ളത് ഉണ്ടാവും. ഞാൻ കറക്റ്റ് അളവൊക്കെ പറഞ്ഞു കൊടുക്കും. എനിക്ക് ഇത്രയേ പറ്റുള്ളൂ, ഈ ഷേപ്പ് വേണം. ഈ ഷേപ്പ് വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്, ആ ബോക്സ് ടൈപ്പ് ആ ഒരു സംഭവം. അപ്പം അതിൽ വരെ ഞാൻ ഭയങ്കര കൺസേൺഡ് ആവാൻ തുടങ്ങി. എനിക്ക് കോളേജിൽ നിന്ന് എഴുതി തന്നു, പക്ഷേ സ്റ്റിൽ എനിക്ക് കണ്ണട ഇടുന്നതിന് ഞാൻ ഭയങ്കര ഇൻസെക്യൂർഡ് ആയിരുന്നു. ഞാൻ ആരുടെ അടുത്തെങ്കിലും വർത്താനം പറയുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ഇടും. ആരുടെ അടുത്തെങ്കിലും വർത്താനം പറയുകയാണെന്ന് വെച്ചാൽ വേഗം ഊരിയിട്ട് ഇങ്ങനെ നിന്ന് സംസാരിക്കും. അതിപ്പോ നമ്മുടെ ബ്ലോഗിലാണെങ്കിൽ പോലും ശ്രീ അങ്ങനെയാണ്. നിങ്ങൾ അധികം ശ്രീനെ കണ്ണട ഇട്ടിട്ട് കണ്ടിട്ടുണ്ടാവില്ല. കാരണം ശ്രീ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് അത്രയും നേരം ശ്രീ സ്പെക്സ് ഇട്ടിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക. പെട്ടെന്ന് ബ്ലോഗ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാമറ ഓൺ ആക്കി കഴിഞ്ഞാൽ അപ്പൊ ശ്രീ ഇത് ഊരും. ഇനിയിപ്പോ ഞാൻ അറിയാതെ ഞാനാണ് ഇപ്പൊ എടുത്തോണ്ടിരിക്കുക. അപ്പൊ ആ സമയത്ത് ശ്രീ കണ്ണട ഇട്ടതാണെങ്കിൽ ആ വീഡിയോ കട്ട് ചെയ്യും, ഒന്നുകൂടി എടുക്കുമെന്ന് ചോദിക്കും. അങ്ങനെയാണ് ഇത്രയും വർഷങ്ങൾ, നമ്മൾ 6 വർഷമായി ഈ ചാനൽ തുടങ്ങിയിട്ട്. ഈ 6 വർഷമായിട്ട് ശ്രീ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത് തന്നെയാണ്. പിന്നെ നമ്മൾ ഇല്ലാതെ ശ്രീ നിൽക്കാറില്ല. അതെ, പിന്നെ നമ്മൾ ഇവിടെ നിന്ന് അങ്ങനെ സംസാരിക്കുന്ന സമയത്ത്, അതായത് ശ്രീ അവിടെ ഇരിക്കുകയാണ്, നമ്മൾ ഇവിടെ ഇരിക്കുക, അപ്പൊ ഇവള് ഇങ്ങനെ കേൾക്കും. അപ്പൊ കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് ഇവക്ക് അപ്പോഴാണ് മനസ്സിലായി, ഇങ്ങനെ എക്സ്പ്രഷൻസ് എന്താണെന്ന് അറിയണല്ലോ. ഇങ്ങോട്ട് വാ എന്ന് പറയും. അപ്പൊ അടുത്തേക്ക് നമ്മൾ വന്നിരിക്കണം, എന്നാലാണ് ഒക്കെ കുറച്ച്, അതായത് മുഖത്ത് നോക്കി നമ്മളെ എക്സ്പ്രഷൻസും കൂടെ മനസ്സിലാക്കിയിട്ട് ആ സംസാരിക്കാൻ പറ്റുള്ളൂ. കോളേജിൽ ഉള്ള സമയത്തും ഞാൻ ഇത് ഇടാണ്ട് നടക്കും. ഞാൻ സ്പെക്സ് അപ്പോഴും ഇടാണ്ട് നടക്കും. കാരണം ഞാൻ അന്നൊക്കെ എന്താ പറയാ, നല്ല ഡ്രസ്സ് ചെയ്ത് നല്ല മുടിയൊക്കെ പല പല സ്റ്റൈലിൽ കെട്ടിയൊക്കെ പോകുന്നൊക്കെ സമയം. അപ്പോഴും ഞാൻ ഇത് ഇടാതെ നടക്കും. എന്നിട്ട് ഇനിയിപ്പം ആരെങ്കിലും ദൂരെ കണ്ട അവനെന്നെ ചിരിക്കുകയാണോ അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ വേഗം ഞാൻ എടുത്തിട്ട് ഞാൻ ഇടും. എന്നിട്ടാണ് ഞാൻ അവരുടെ അടുത്ത് ചിരിക്കുക. എന്തെങ്കിലും ആക്ഷൻസ്, നമ്മൾ ദൂരെയുള്ള ആൾക്കാർ ഇങ്ങനെ ആക്ഷൻസ് കാണിച്ച് അങ്ങനെയൊക്കെ ഉള്ള ഒരു സമയമാണല്ലോ. ഇപ്പൊ ഇങ്ങനെ എന്തെങ്കിലും പറയുക, എന്നിട്ട് ഞാൻ പിന്നെയും വരും. ഇങ്ങനെ നടന്നിരുന്നതായിരുന്നു ഞാൻ. പിന്നെ ഇനിയിപ്പോൾ നമ്മുടെ ചാലഞ്ചിന്റെ കാര്യം നോക്കുകയാണെങ്കിലും, ഞാൻ ഇപ്പം നോർമൽ ഷൂട്ടുകൾ നമുക്ക് ഒരുപാട് സ്റ്റുഡിയോൻ്റെ ഉള്ളിൽ നിന്നും ഉണ്ടാവുമല്ലോ. ഞാൻ സ്പെക്സ് ഇടാതെയാണ് ഷൂട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ എന്തെങ്കിലും ദൂരെ നമ്മൾ സ്ക്രീന് കണ്ടിട്ടുള്ള എന്തെങ്കിലും ചാലഞ്ചൊക്കെ വരികയാണെങ്കിൽ എനിക്ക് വേണ്ടി സ്ക്രീന് കുറച്ചും കൂടെ എടുത്ത് വെക്കണം. അതല്ലാതെ വേറെ വഴിയില്ല. വേറെ എൻ്റെ ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് എന്താ പറയുക, ക്ലിയർ ആയിട്ട് ഇങ്ങനെ മഴയത്ത് നിന്നുകൊണ്ട് മഴ കാണുക, അതൊക്കെ ഒന്നും എനിക്ക് കാണാൻ പറ്റൂലല്ലോ. അതൊക്കെയാണ് ഞാൻ അന്ന് ആലോചിച്ച് വിഷമിച്ച കാര്യങ്ങൾ. കാരണം മഴയത്ത് നിന്നിട്ട് നമ്മൾ സ്പെക്സ് ഇട്ടിട്ട് മഴ കാണുകയാണെന്ന് വെച്ചാൽ എന്തായാലും ഇതിൻ്റെ മുകളിൽ മഴത്തുള്ളി വീട്ട് നമുക്ക് മഴ കാണാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഇത് മാറ്റിയിട്ടാണെങ്കിൽ എനിക്ക് എന്തായാലും കാണാനും പറ്റൂല. പിന്നെ നമ്മളിപ്പോൾ നല്ല ഭംഗിയുള്ള സ്ഥലത്ത് നമ്മളിങ്ങനെ വ്യൂ പോയിന്റ് കാണാൻ അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് ഞാൻ ശരിക്കും നോക്കുന്നത് ഇങ്ങനെ ആയിരിക്കും. കാരണം എന്താ, ഇത്രയേ ഉള്ളൂ എനിക്ക് ക്ലിയർ ആയിട്ടുള്ള വിഷൻ. ബാക്കി മുകളിലേക്ക് നമ്മൾ നോർമലായിട്ട് ഇങ്ങനെ നോക്കുന്ന അതെനിക്ക് പറ്റൂല. ഇത് വെച്ച് ഇങ്ങനെ നോക്കണം. അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര, എനിക്കത് പറ്റൂലല്ലോ. ഇനി എൻ്റെ ലൈഫിൽ എനിക്ക് തിരിച്ച് കിട്ടാത്തൊരു സാധനമാണല്ലോ എൻ്റെ കാഴ്ച എന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമുള്ളൊരു സാധനമായിരുന്നു. പിന്നെയാണ് ഞാൻ അറിയുന്നത്, നമ്മൾ കാഴ്ച തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് സർജറികളൊക്കെ ഉണ്ട്. നമുക്ക് സർജറി ചെയ്തിട്ട് നമ്മുടെ കാഴ്ച തിരിച്ച് കിട്ടാനുള്ള വഴികളൊക്കെ ഉണ്ട് എന്ന് അറിയുന്നത്. അതിൽ ഫസ്റ്റ് ഞാൻ കേട്ട പേര് ലാസിക് ആണ്. അപ്പോഴാണ് പിന്നെ അതിനുശേഷം നമ്മൾ യൂട്യൂബിലെ വീഡിയോസ് തന്നെ ഇങ്ങനെ കാണുന്ന സമയത്ത് സ്മൈൽ എന്ന് പറഞ്ഞിട്ടൊരു സർജറി ഉണ്ട്. കുറെ പേര് അത് ചെയ്ത വീഡിയോസ് ഒക്കെ നമ്മൾ ഇങ്ങനെ കണ്ടു. ഇവരെന്നെ എനിക്ക് ഇങ്ങനെ അയച്ചു, ശ്രീ ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ട്, നമുക്ക് അതെന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോ. കണ്ടപ്പോൾ എനിക്ക് കുറച്ച് സമാധാനം. കാരണം എന്താ വെച്ചാൽ, സ്മൈൽ സർജറി എന്ന് പറഞ്ഞാൽ ബ്ലേഡ്ലെസ് ആണ്, ഫ്ലാപ്ലെസ് ആണ്, പിന്നെ എന്താ പറയുക, പെയിൻലെസ് ആണ്. അപ്പോൾ പെയിൻ ഉണ്ടാവില്ല എന്നൊക്കെ അവർ ഭയങ്കരമായിട്ട് നമുക്ക് ഉറപ്പ് തരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാധനം കണ്ടതോടെ എനിക്ക് കുറച്ചും കൂടെ ഒരു കോൺഫിഡൻസ് ആയി. നമുക്കൊന്ന് നോക്കാം, എന്നാൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ. അപ്പോഴും സർജറിയാണ്, കണ്ണിനാണ്.
സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തു നിന്നായിരിക്കണം നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ പറഞ്ഞു നമുക്കൊന്ന് നന്നായിട്ട് അന്വേഷിക്കാം, കണ്ണിൻ്റെ കാര്യമല്ലേ, സേഫ് ആയിട്ടുള്ള സ്ഥലത്തുനിന്ന് പക്കായിട്ട് തന്നെ നമ്മളത് ചെയ്യണം എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞങ്ങൾ അറിയുന്നത് കോയമ്പത്തൂര് ദ ഐ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഹോസ്പിറ്റൽ ഉണ്ട്. ഭയങ്കര ഫേമസ് ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും. ഒരുപാട് ബ്രാഞ്ചസ് ഉള്ള വലിയ ഹോസ്പിറ്റലാണ്. അവിടെ ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്മൈൽ സർജറി ഉണ്ട് എന്നുള്ള ഞങ്ങൾ അങ്ങനെയാണ് അറിയുന്നത്. അപ്പോൾ പിന്നെ ഒന്നും കൂടെ അന്വേഷിച്ചപ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കോഴിക്കോട് തന്നെ ദ ഐ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഒന്നും കൂടി ഒരു കോൺഫിഡൻസ് ആയി. നമ്മുടെ സ്ഥലം കോയമ്പത്തൂര് പോയി ചെയ്യുന്നതിന് വിഷയമൊന്നുമില്ല, പക്ഷെ നമ്മുടെ സ്ഥലത്ത് തന്നെ തൊട്ടടുത്ത് ഹോസ്പിറ്റൽ ഉണ്ടാവുമ്പോൾ നമുക്ക് അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. അപ്പോൾ കോഴിക്കോട് തൊണ്ടയാട് ദ ഐ ഫൗണ്ടേഷൻ ചെയ്യാന്ന് ഞങ്ങൾ അങ്ങനെ തീരുമാനിച്ച് അവരെ നേരിട്ട് പോയി കണ്ടു, സംസാരിച്ചു. ഞങ്ങൾ 2-3 മീറ്റിംഗ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഫസ്റ്റത്തെ മീറ്റിംഗിൽ തന്നെ അവർ ക്ലിയർ ആയിട്ട് നമുക്കൊരു പിക്ചർ പറഞ്ഞു തന്നു എന്താണ് ചെയ്യുന്നത്. അപ്പൊ ആ മീറ്റിംഗിൽ ഞങ്ങൾക്ക് മനസ്സിലായതെന്ന് പറഞ്ഞാൽ ബ്ലേഡ് യൂസ് ചെയ്യുന്നില്ല, നമുക്ക് പെയിൻ ഉണ്ടാവില്ല, ഫ്ലാപ്ലെസ് ആണ്, പിന്നെ 15 മിനിറ്റ് മാത്രമേ സർജറിന്റെ പ്രൊസീജിയർ മൊത്തത്തിൽ കൂട്ടിയിട്ട് 15 മിനിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത്രയും പെട്ടെന്ന് തന്നെ അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ബാക്ക് ടു നോർമൽ ലൈഫിലോട്ട് നമുക്ക് ആ ഒരു ദിവസം തന്നെ കംപ്ലീറ്റ് ആയിട്ട് മാറാൻ പറ്റുന്നതാണ് അവർ നമുക്ക് ഉറപ്പ് തന്നിട്ടുള്ളത്. ഡ്രൈവ് ചെയ്യാൻ പറ്റും, പിന്നെ നമുക്ക് സ്ക്രീൻ യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല, വെയിലടിക്കുന്നതിന് കുഴപ്പമില്ല, അങ്ങനത്തെ പ്രത്യേക റെസ്റ്റ് ഒന്നും നമുക്ക് ഇതിന് ശേഷം സർജറിക്ക് ശേഷം നമ്മൾ പ്രത്യേക റെസ്റ്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. സർജറി ചെയ്ത് അടുത്ത ദിവസം മുതൽ തന്നെ നമുക്ക് നോർമലായിട്ട് നമ്മുടെ ലൈഫിൽ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. സർജറി എന്ന് പറഞ്ഞാൽ അത് മെയിൻ ആയിട്ട് പെർഫോം ചെയ്യുന്നത് ഒരു റോബോട്ട് ആയിരിക്കും. അതൊരു സ്മൈൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ഫുൾ ഫോം വരുന്നത് സ്മോൾ ഇൻസിഷൻ ലെന്റിക്യൂൾ എക്സ്ട്രാക്ഷൻ. ഇതായത് ചെറിയൊരു സ്മോൾ ഇൻസിഷൻ, സ്മോൾ കട്ട് ഇട്ടിട്ട്, എനിക്ക് കൃത്യമായിട്ട് പറയാനൊന്നും അറിഞ്ഞൂടാ, അത് ഡോക്ടർ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് അവിടെ പോയിട്ട് ചോദിക്കാം. അപ്പൊ ചെറിയൊരു മുറിവ് പോലെ ലേസർ വഴി വരുത്തിയിട്ട് നമ്മുടെ കണ്ണിൽ നിന്നും എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മളെ കണ്ണ് പെർഫെക്റ്റ് ആക്കുന്നതാണ്. അത് കൂടുതൽ എനിക്ക് അറിഞ്ഞൂടാ, നമുക്ക് ഡോക്ടേഴ്സിന്റെ അടുത്ത് ചോദിക്കാം. അപ്പോൾ ഇന്ന് ആണ് ഗൈസ് എൻ്റെ കണ്ണിൻ്റെ സർജറി നടക്കാൻ പോകുന്നത്. ഇപ്പം സമയം 1 മണിയാണ്. 2:30ക്കാണ് നമ്മളെ സർജറീൻ്റെ ടൈം കിട്ടിയിരിക്കുന്നത്. ഇതിനു മുന്നേ ഒരുപാട് ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ കോർണിയന്റെ തിക്നെസ് അത്യാവശ്യം തിക്നെസ് ഉണ്ടെങ്കിലേ ഉള്ളൂ ഇത് ചെയ്യാൻ പറ്റുക. അപ്പൊ അങ്ങനത്തെ ഒരുപാട് കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്, ടെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ എനിക്ക് ബ്ലഡ് ടെസ്റ്റ്, ഒരുപാട് ടെസ്റ്റുകളുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ കിട്ടിയിട്ട് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് അതിനുശേഷം ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു സാഹചര്യം വരുമോ എന്നൊക്കെ എനിക്ക് പേടി ഉണ്ടായിരുന്നു. ആ ടെസ്റ്റിന്റെ ദിവസം ഞാൻ സത്യം പറഞ്ഞാൽ നല്ല ടെൻഷൻ ആയിട്ടാണ് പോയത്. അതിന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് വരും. അപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു നമ്മൾ ഹോസ്പിറ്റലിൽ എത്തും. അങ്ങനെ ഗൈസ് ഇന്ന് എൻ്റെ കണ്ണിൻ്റെ ടെസ്റ്റ് ചെയ്യുന്ന ദിവസമാണ്. ഇന്ന് അറിയാം എനിക്ക് സർജറി ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ. വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഗൈസ്. ശ്രീ ഭയങ്കര ടെൻഷനിലാണ്, ഭയങ്കര നെർവസ് ആണ്. ചെയ്യാൻ പറ്റുന്നതാണ് ഞങ്ങളുടെ ഗൈസ്. നമ്മൾ തൊണ്ടയാട് ബൈപ്പാസിലൂടെയാണ് പോകുന്നത്. ദേ ഇവിടെ കാണുന്ന ഐ ഫൗണ്ടേഷൻ, ഇവിടെയാണ് ഞാൻ കണ്ണിന്റെ സർജറി ചെയ്യാൻ വേണ്ടി പോകുന്നത്. അവിടെ ബോർഡിൽ തന്നെ ഉണ്ട് ന്യൂ വിഷൻ ഇൻ 30 seconds. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി. ഇനി ശ്രീൻ്റെ കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡുമാണ്, ഭയങ്കര ടെൻഷനുണ്ട്, പക്ഷെ ഭയങ്കര എക്സൈറ്റഡുമാണ്. ഇന്നത്തെ ടെസ്റ്റിൽ ഞാൻ ഓക്കെ ആയിരിക്കും എന്നുള്ളൊരു പേടിയുണ്ട് എനിക്ക്. നമ്മളത് സംസാരിച്ച സമയത്ത് തന്നെ പറഞ്ഞു, സർജറി എന്നൊക്കെ പറയുന്ന സമയത്ത് ആ പ്രൊസീജിയർ എത്ര സമയമുള്ളൂ, ആ ഒരു കുറഞ്ഞ സമയം കൊണ്ട് നമുക്കത്, അതായത് സാങ്കേതിക വിദ്യകളൊക്കെ അത്രയും അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊന്നും പേടിക്കാനില്ലാതെ പറഞ്ഞാണ്. അപ്പോൾ 2 ആളും കൂടെ ഇരുന്നിട്ട് വിഷൻ ഏത് വരെ കാണാൻ പറ്റും എന്നുള്ളത് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക. ഏത് ചെയർ? ഇവിടെ ബ്രൗൺ ചെയർ അല്ലേ? ആ ഇത് ബ്രൗൺ ചെയർ. അതൊക്കെ എനിക്ക് ബ്ലറാണ്. ഇത് ബ്ലറാണ്. ആ ചെയറിന് തൊട്ട് മുന്നേ ആയിട്ടാണ് ക്ലിയർ ആയിട്ടുള്ള ഒരു വിഷൻ ഉള്ളത്. അത് അടുത്തുള്ളത് എനിക്ക് കൃത്യമായിട്ട് കാണാം. ഇങ്ങനെ അടുത്തിരിക്കുമ്പോൾ എനിക്ക് വിഷയമില്ല. ഇനിയിപ്പം സ്പെക്സ് ഇല്ലാതെ ഫോണിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് വിഷയമില്ല, അതൊന്നും എനിക്ക് കുഴപ്പമില്ല. പക്ഷേ ദൂരേക്ക് പോകുമ്പം അവിടെ മുതൽ എനിക്ക് ബ്ലറായിരിക്കും. ഈ കോയമ്പത്തൂരുള്ള ഈ ഹോസ്പിറ്റലിൽ വീഡിയോ എല്ലാം നമ്മളത് യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ട സമയത്ത് എല്ലാവരും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇതേപോലെ എൻ്റെ കണ്ണിനും അതേപോലെ കോയമ്പത്തൂർ പോയിട്ട് ചെയ്യാം എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നമുക്ക് കോഴിക്കോട് സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ പിന്നെയാണ് അറിയുന്നത്. അപ്പോൾ നമുക്ക് കോയമ്പത്തൂർ കൊണ്ട് ആവശ്യമില്ല, കോഴിക്കോട് തന്നെ ചെയ്യാൻ പോകുന്നത്. ഇതൊരു ബ്ലേഡ്ലെസ് സർജറിയാണ്, പെയിൻലെസ് ആണ്, അങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. ആ ഒരു സമാധാനത്തിലും കൂടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യണം. രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കിന്ന് മറ്റേ വലിയ BGM ഒക്കെ ഇട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്ത സമയത്ത് അങ്ങനത്തെ ഒരു ഫീല്
ഏതായാലും വന്നതല്ലേ, അതുകൊണ്ട് ഞാനും അഞ്ചിയും കാക്കയും കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. അഞ്ചിയും ഇവിടെ രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും കണ്ണിൻ്റെ പ്രശ്നമുണ്ട് ഇവിടെ തീർത്തിട്ട് പോവാം. ഇതിപ്പം എവിടെ ചെക്ക് ചെയ്യാൻ നമ്മൾ കണ്ണിൻ്റെ കളർ അപ്രോക്സിമേറ്റ് നോക്കാം. നമ്മൾ ഐ പ്രഷറാണ് ഈ മെഷീനിൽ ചെക്ക് ചെയ്യുന്നത്. ഒരു പെട്ടെന്നൊരു എയർ ഇങ്ങോട്ട് വരും. അപ്പോൾ ഈ മെഷീൻ യൂസ് ചെയ്തിട്ട് ഒരു ലൈറ്റ് അടിച്ചിട്ട് നമ്മുടെ കണ്ണിൻ്റെ സ്ട്രക്ചേഴ്സ് മൊത്തം നോക്കിയതാണ്. നോർമലാട്ടോ, പവറൊന്നുമില്ല, കാഴ്ചയൊക്കെ നോർമലാണ്, വേറെ പ്രശ്നമൊന്നും കാണുന്നില്ല. എന്നാൽ നമുക്ക് ഡയറക്റ്റ് ഒന്ന് കൺസൾട്ടൻ്റ് കാണാതെ കോൾ ചെയ്യാം. അപ്പോൾ ഈസിൻ്റെ കണ്ണിന് കുഴപ്പമൊന്നുമില്ല, ഇതുവരെ ഒക്കെ റെഡിയാണ്. കാഴ്ചയ്ക്കും പവറിനും കുഴപ്പമില്ല, ബാക്കിയെല്ലാം സെറ്റാണ് കേട്ടോ. ഇനി വെറുതെ നമ്മളൊന്ന് കൺസൾട്ടേഷൻ എടുക്കുന്നുണ്ട്. അപ്പോൾ അത്ര സ്മൈലാണ്. നിങ്ങൾ സ്മൈൽ ഫിറ്റോ എന്ന് അറിയാനുള്ളതാണ് ഇപ്പം ടോപ്പോ ചെയ്യുന്നത്. ഫിറ്റോ എന്ന് അറിയാനല്ലോ, നമ്മൾ ടെസ്റ്റുകൾ ചെയ്തിട്ട് എല്ലാവർക്കും കോർണിയുടെ തിക്നെസ്സിൻ്റെ ഒക്കെ നമ്മൾ നോക്കും. ആ തിക്നെസ് ഒക്കെ നോക്കിയിട്ടാണ് ഫിറ്റ് ആവണം. അപ്പോൾ 10 ഓഫ് 8 ഒക്കെ നമുക്ക് പ്രിപ്പയർ ഫിറ്റ് ആവും. ഫസ്റ്റ് പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞു. എൻ്റെ കണ്ണിൻ്റെ പവറെല്ലാം ചെക്ക് ചെയ്തു. ഇനിയിപ്പോൾ നമ്മളൊരു സ്കാനിങ്ങിന് വേണ്ടി പോവുകയാണ്. ഈ സ്കാനിങ്ങിലാണ് ഞാൻ ഈ ഒരു സർജറിക്ക് ഫിറ്റ് ആണോ എന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. കാരണം എൻ്റെ കോർണിയൻ്റെ തിക്നെസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഈ ഒരു സ്കാനിങ്ങിലാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. സ്കാൻ ചെയ്തിട്ട് വരാം. ഞങ്ങളൊക്കെ ഓക്കെ ആണെന്ന് കേൾക്കാൻ വേണ്ടി ഞങ്ങളിങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കും. ഓക്കെ, എല്ലാം ഓക്കെ ആണെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന സർജറി അതായിരിക്കും. സ്മൈൽ ക്ലിയർ ലാസിക് സർജറിയാണ്. കണ്ടോ, പെയിൻലെസ് സർജറിയാണ്. ശ്രീക്ക് കറക്റ്റാണ്. പ്ലേറ്റ്ലെസ് ആൻഡ് ഫ്ലാലസ് പ്രൊസീജിയറാണ്. പിന്നെ ഇമ്മീഡിയറ്റ് റിക്കവറിയാണ്. അതുകൊണ്ടൊക്കെയാണ് ഞങ്ങൾ ശ്രീക്ക് സെലക്ട് ചെയ്യുന്നത്. അതായത് നമുക്ക് സർജറി കഴിഞ്ഞാൽ അപ്പം തന്നെ റെസ്റ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. എല്ലാം എന്താ പറയുക, അപ്പം തന്നെ വേണം ഡ്രൈവ് ചെയ്ത് പോവാം. പെട്ടെന്ന് നമുക്ക് ബാക്ക് ടു നോർമൽ ലൈഫിലോട്ട് ആവാൻ പറ്റിയ സർജറി. വൈഡായിട്ട് ഓപ്പൺ ചെയ്യുക. അതിൻ്റെ ഒരു ലൈറ്റ് കാണും, ആ ലൈറ്റ് തന്നെ ഫോക്കസ് ചെയ്യുക. പിന്നെ ഒരു 1 സെക്കൻഡ് കണ്ണ് ബ്ലിങ്ക് ചെയ്യാതെ വൈഡായിട്ട് ഓപ്പൺ ചെയ്ത് അത് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുക. അത്രയും അത്രയും പേടിക്കാനൊന്നുമില്ല. ഒരു ലൈറ്റ് ആട്ടോ, ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കുന്നു. കുറച്ച് തന്നെ ഒരു ഗ്രീൻ കളറൊക്കെ വരും കേട്ടോ. വെച്ചോളൂ, ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറയാം കേട്ടോ. ഒന്ന് കണ്ണടച്ച് തന്നെ അടച്ചു തുറക്കും. ഓപ്പൺ. ഓക്കെ, അടച്ചു തുറക്കും. ഓക്കെ, സ്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ബ്ലിങ്ക് ചെയ്യാൻ പാടില്ല, സ്ട്രെയിറ്റ് ആയിട്ട് നോക്കൂ. സ്കാൻ പോവുകയാണ്. ഓക്കെ, അടച്ചോളൂ കേട്ടോ, കണ്ണടച്ച് വെച്ചോളൂ. റൈറ്റ് കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ ലെഫ്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. കണ്ണടച്ച് വെച്ചോളൂ. ഒന്ന് ഓപ്പൺ ചെയ്ത്. ഓക്കെ, ഓപ്പൺ. ഓക്കെ, സ്ട്രെയിറ്റ് നോക്കി. ഓക്കെ, ഒന്ന് ബ്ലിങ്ക് ചെയ്ത്. വൺസ് ബ്ലിങ്ക് ചെയ്ത്. ഓക്കെ, അങ്ങനെ ഇരിക്കും കേട്ടോ. ഒന്ന് ബ്ലിങ്ക് ചെയ്യും, ഒന്നൊക്കെ ബ്ലിങ്ക് ചെയ്യും. ഓക്കെ, സ്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബ്ലിങ്ക് ചെയ്ത് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് നോക്കും. ഒരു 1 സെക്കൻഡ്. ഓക്കെ, ഇപ്പോൾ ക്ലോസ് ചെയ്തു. വളരെ പെട്ടെന്ന് കഴിയും. എപ്പോഴാണ് അറിയാൻ പറ്റുക? ഇപ്പം തന്നെ പറയാം കേട്ടോ. ചെയ്യാൻ പറ്റുമല്ലോ എന്നൊക്കെ വെയിറ്റ് ചെയ്ത് ഇപ്പോൾ വിളിക്കാം കേട്ടോ. ഇപ്പോൾ ഇത് ബ്ലർ ആയിട്ടുണ്ടോ? എനിക്ക് പെട്ടെന്ന് കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. പക്ഷെ അതിന് ശേഷം ഇപ്പോൾ റിസൾട്ട് സന്തോഷമായി. പക്ഷെ അപ്പം തന്നെ റിസൾട്ട് പോസിറ്റീവ് ആവണേ. ആവുന്നാണ്. അതെ, ആവുന്നാണ് ഞങ്ങൾക്കൊക്കെ തോന്നുന്നത്. നമുക്ക് റിസൾട്ട് വന്നിരിക്കുകയാണ്. നമുക്ക് നമ്മളുടെ ഈ പ്രൊസീജിയർ ചെയ്യാൻ പറ്റും. വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ഈ സ്പെക്സ് ഒഴിവാക്കാൻ പോവാണ്. എലിജിബിൾ ആണ്, സ്മൈൽ ചെയ്യാം. പവർ വൈസ് ആയാലും ഇപ്പോൾ നമുക്ക് കോർണിയയുടെ തിക്നെസ് നോക്കുകയാണെങ്കിലും ചെയ്യാൻ പ്രോബ്ലം ഇല്ല. കോർണിയയുടെ തിക്നെസ് ഒക്കെ ഓക്കെയാണ്. ഓക്കെയാണ്. ഏകദേശം 520 അടുത്ത് തിക്നെസ് ഉണ്ട് ബോത്ത് ഐസിലും. പിന്നെ പവർ വൈസ് ആണെങ്കിലും എലിജിബിൾ ആണ്. അങ്ങനെ ചെയ്യാൻ പറ്റാത്ത പവറൊന്നുമല്ല. ഉറപ്പായിട്ട് നമുക്ക് സ്മൈൽ ചെയ്യാം. സ്മൈലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് വെറും 13 സെക്കൻഡ്സ് ലേസറേ വരുന്നുള്ളൂ. ബാക്കിയുള്ള 30 സെക്കൻഡ് ലേസറേ വരുന്നുള്ളൂ.
അപ്പോൾ ജസ്റ്റ് ഒരു കോൺ മാതിരി സ്ട്രക്ചർ, ഞാൻ ജസ്റ്റ് പ്രൊസീജിയർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ജസ്റ്റ് ഒരു കോൺ മാതിരി സ്ട്രക്ചർ നമ്മുടെ കണ്ണിൻ്റെ മേലേക്ക് വരും. അതാണ് നമ്മുടെ ഒരു ഇൻ്റർഫേസ്. ആ ഒരു ഒബ്ജക്റ്റ് വഴിയാണ് ലേസർ പാസ്സാവുക. ആ ലേസർ പാസ്സാവുന്ന ടൈമാണ് ഈ 30 സെക്കൻഡ് എന്ന് പറയുന്നത്. ഫുൾ ലേസർ വഴി 2 to 3 mm ഏറ്റവും മിനിമൽ ആയിട്ടുള്ള ഒരു ഇൻസിഷൻ ഇടും. അത് മാമിന് പെയിനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഡോക്ടേഴ്സ് നമ്മുടെ 3rd ലെയറിന് ടിഷ്യൂ എടുത്ത് ഒഴിവാക്കും. അതോടെ സർജറി കഴിഞ്ഞു, സർജറി കംപ്ലീറ്റഡ് ആയി. മിനിമം 15 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് 2 കണ്ണും ചെയ്തിറങ്ങാം. സ്മൈലിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞപ്പോൾ നമുക്കിപ്പോൾ ഏത് ലാസിക് ചെയ്താലും നമ്മളതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ ആയിട്ട് പറയുന്നത് ഡ്രൈനെസ് ആണ്. കുറച്ച് ഡ്രൈ ആവും നമ്മുടെ കോർണിയ. പക്ഷേ ഈ സ്മൈൽ എന്ന് പറഞ്ഞാൽ മിനിമൽ ഇൻവാസീവ് ആണ്. മീൻസ് നമ്മുടെ കണ്ണ് ടച്ച് ചെയ്യുന്നതൊക്കെ മിനിമലാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ വരുന്ന ഡ്രൈനെസ്സിൻ്റെ ചാൻസ് വളരെ കുറവാണ്. ഡ്രൈനെസ്സേ ഉണ്ടാവില്ല. പിന്നെ മാമിന് ഇന്ന് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ഡേ മുതൽ ആസ് യൂഷ്വൽ മാം എന്തൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു അതൊക്കെ കണ്ടിന്യൂ ചെയ്യാം. ഒന്നിനും റെസ്ട്രിക്ഷൻസ് ഇല്ല. അപ്പോൾ 2 ദിവസത്തിന് കണ്ണിലേക്ക് വെള്ളം പോകാൻ പാടില്ല. ഹെഡ് ബാത്ത്, ഫേസ് വാഷ് എടുക്കാൻ പാടില്ല. ബട്ട് ബോഡി വാഷ് എടുക്കാം. സ്റ്റിൽ ഫേസ് നമുക്ക് വെറ്റ് വൈപ്സ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ സ്റ്റെറൈൽ ക്ലോത്ത് ഉപയോഗിച്ചിട്ടോ തുടയ്ക്കുന്നതിനൊന്നും പ്രശ്നമില്ല. ബട്ട് ഹെഡ് ബാത്ത്, ഫേസ് വാഷ്, കണ്ണിലേക്ക് നമ്മളിങ്ങനെ വെള്ളം അത് മാത്രം ഒന്നും ചെയ്യാൻ പാടില്ല. അത് മാത്രം ഒരു 2 ഡേയ്സിന് ശ്രദ്ധിക്കണം. ഫർദറായിട്ട് വരുന്നത് ഇനി കണ്ണിൽ മരുന്ന് ഒഴിച്ചിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യണം. അവിടെയാണ് ബ്ലർ ആവുന്നത്. അതെ 3 to 4 hours ഓഫ് ബ്ലർനെസ് ഉണ്ടാവും മരുന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ. 15 മിനിറ്റിന് തുറക്കരുത്. 15 മിനിറ്റ് തുറക്കരുത്. സാധാരണ അടച്ചു വെക്കലാണ് പതിവ്. എന്തെങ്കിലും തുറക്കാൻ പറഞ്ഞാൽ ഇങ്ങനെ അടക്കില്ല പതിവ്. ഇതിപ്പോൾ തുറക്കാൻ വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത്. കിടന്നു കണ്ണടച്ച് സർജറി കഴിഞ്ഞ് കണ്ണട ഇല്ലാണ്ട് ഡ്രൈവ് ചെയ്യുന്നതും ദൂരത്തുള്ളത് കാണുന്നതൊക്കെ സ്വപ്നം കണ്ടു കിടന്നു. ഓക്കെ, എന്ത് ഔട്ട്ഫിറ്റ് ഇട്ട് കഴിഞ്ഞാലും ലാസ്റ്റ് ഈ കണ്ണട വെക്കണമല്ലോ എന്നുള്ള ബുദ്ധിമുട്ടാണ്. എന്തൊക്കെ ഡ്രസ്സ് വാങ്ങിയാലും എങ്ങനെയൊക്കെ ഒരുങ്ങിയാലും ഉള്ളത്. അതിനി മുതൽ വേണ്ട മുടി കെട്ടാനും. അപ്പോൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ കണ്ണടയൊന്നും ഇല്ലാതെ എടുക്കുന്നു, കാർ എടുക്കുന്നു, ഡ്രൈവ് ചെയ്യുന്നു, വരുന്നു. അല്ലേ ശ്രീ? എനിക്ക് ഹാങ്ങിങ്സ് ഇടാൻ ശരിക്കും ഇഷ്ടമാണ്. പക്ഷെ കണ്ണടയും ഹാങ്ങിങ് അത് മാച്ച് ആവൂല. റൈറ്റ് കോർണിയലിന്റെ ഇത് കോർണിയലിന്റെ വളവ് നോക്കുന്ന ഇതാണ്. ഇത് കോർണിയലിന്റെ വളവ്, ഇത് കോർണിയലിന്റെ തിക്നെസ്, ഇത് കോർണിയലിന്റെ ഫ്രണ്ട് സുപ്പീരിയർ ലെയറും താഴത്തെ ലെയർ 2 ലെയറായിട്ട് ഇത് വളവ് നോക്കുമ്പോൾ ഇത് തിക്നെസ്. അങ്ങനെ ഇതെല്ലാം നോർമലാണ്. അപ്പോൾ നമ്മൾ താഴത്തെ ഫ്ലോറിൽ നിന്ന് മുകളിലത്തെ ഫ്ലോറിലേക്ക് വന്നിരിക്കുകയാണ്. ശ്രീക്കിന് ബ്ലഡ് ടെസ്റ്റ് ഉണ്ട് കേട്ടോ. ബ്ലഡ് ടെസ്റ്റിന് വേണ്ടിയിട്ട് ശ്രീ അവിടെ കയറിയിട്ടുണ്ട്. ഇതാണ് തോന്നുന്നു ശ്രീക്ക് ഏറ്റവും പേടുള്ളത്. സൂചി കുത്താൻ വേണ്ടിയിട്ടും ഉള്ളിൽ കയറിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ബ്ലഡ് ടെസ്റ്റും കൂടെ കഴിഞ്ഞാൽ നമുക്ക് പോവാം. ഇപ്പോൾ കണ്ണിൽ ഞാനൊരു പേപ്പർ പോലെ വെക്കും. ഇതൊരു 5 മിനിറ്റ്സ് കണ്ണിൽ വെക്കും. ജസ്റ്റ് നോർമലായിട്ട് ക്ലീൻ ചെയ്താൽ മതി. കണ്ണ് ഞാൻ ഓപ്പൺ ആക്കി വെക്കും. ഇതിപ്പോൾ കണ്ണിൻ്റെ ഡ്രൈനെസ് എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടെസ്റ്റ് പോലെയാണ് ഇത്. ലാഷസ് ഒക്കെ വെച്ചിരിക്കും. നല്ല ഭംഗിയുണ്ട് ശ്രീ. ഇത് തുടർന്നോടെ ഇത് എടുത്തു കളഞ്ഞ് ഇപ്പം ഇത് മാത്രമേ വെച്ചുള്ളൂ കേട്ടോ. അതും കൂടെ എടുത്തു കഴിഞ്ഞാൽ ശ്രീക്ക് സമാധാനമാവും. ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ടെസ്റ്റിൻ്റെ പരിപാടികളൊക്കെ കഴിയും. അത് കഴിഞ്ഞിട്ട് വേണം ഇനി നമ്മളെ ഡേറ്റ് ഫിക്സ് ചെയ്യാൻ. അങ്ങനെ ഗൈസ് നമ്മൾ ഇറങ്ങി. ഇതേ ശ്രീ ഇത് മുന്നിലിരിക്കുന്നുണ്ട്. ശ്രീക്ക് നല്ല ടെൻഷൻ ഉണ്ടല്ലേ? എനിക്ക് അത്യാവശ്യം നല്ല ടെൻഷൻ ഉണ്ട്. കാരണം സർജറി ഇല്ല, ഇല്ല ഗൈസ്, ഞങ്ങൾക്ക് തീരെ പേടില്ല. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ശ്രീന്റെ ആ ഒരു കണ്ണട ഇല്ലാതെ ആ ശ്രീ വരുന്നത് കാണാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാം. ശ്രീക്ക് പറഞ്ഞാല് എന്താ പറയാ, നമുക്ക് നമ്മുടെ എന്താ പറയാ ആശുപത്രിയിലുള്ള ഡോക്ടേഴ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. അതെ, ഭയങ്കര കംഫർട്ടബിൾ ആണ്. ശ്രീന്റെ ആ പേടിയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഒരുക്കും അറിയാം. അപ്പം ശ്രീക്ക് വേണ്ട രീതിയിൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ശ്രീന്റെ കൺഫ്യൂഷൻസ് ചോദിച്ച് ശ്രീ കാര്യങ്ങളൊക്കെ ബാക്കിയുള്ളതൊക്കെ മനസ്സിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി എന്ത് ടെൻഷൻ അടിക്കാനാണല്ല. പിന്നെ വേറൊരു കാര്യം, എന്താ സർജറിക്ക് പോകുമ്പോ വീട്ടുകാർ കൂടെ ഇല്ലാത്ത നോക്കട്ടെ, ആരെടുത്തോ ഞാൻ വരണ്ടാന്ന് പറഞ്ഞതാ. ഇല്ല ഗൈസ്, വെറും 15 മിനിറ്റ്സിന്റെ കാര്യമുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശ്രീ വളരെ നോർമലായിട്ട് നമ്മളെല്ലാരും കാണുന്ന പോലെ ഈ ലോകം കാണാൻ വേണ്ടി പോവാണ്. ഈ ശ്രീന്റെ സർജറി ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നല്ല അടിപൊളി സ്ഥലമൊക്കെ കാണാൻ പോണം. ശ്രീ നല്ല വ്യൂ പോയിന്റ് ഉള്ള സ്ഥലത്ത് നമുക്ക് ട്രിപ്പ് ഒക്കെ പോണം. ശ്രീ ഈ കണ്ണട ഊരി കഴിഞ്ഞാൽ ശ്രീക്ക് ഏറ്റവും ഫസ്റ്റ് ആയിട്ട് വേണം തോന്നുന്ന സംഭവം എന്താ? എന്ന് പറഞ്ഞ പോലെ നല്ല വ്യൂ പോയിന്റ് കാണണം. മഴയത്ത് നിന്നിട്ട് എനിക്ക് മഴ കാണണം.
മഴ ഇനി കാണുന്നുണ്ടെങ്കിൽ അടുത്ത കൊല്ലാവണം. അല്ല മഴ ഒരാഴ്ച 2 ആഴ്ചയിനുള്ളിൽ മഴ എന്തായാലും വരും. ആ മഴയത്ത് നമുക്ക് പുറത്തിറക്കിയിട്ടാണ് കേട്ടോ മഴ പനി പിടിച്ചാലും വേണ്ടിയില്ല. പനി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ജലദോഷമായി പനിയായി. പക്ഷെ എന്നാലും കണ്ണ് ഈ അങ്ങനെ നോക്കിയിട്ടാണ് പനി വന്നതെന്ന് വെച്ചാൽ അവിടെ ഇരിക്കണം. അതെ അങ്ങനെയാണ് പനി വരുന്ന വെച്ചാൽ പനിയാ കഴിക്കും. അപ്പൊ നമ്മള് ഹോസ്പിറ്റലിൽ എത്താനായി. ദ ഐ ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ഇവിടെ ബൈപ്പാസിൽ ആണ്. കോഴിക്കോട് തൊണ്ടയാട് ബൈപ്പാസിലാണ് ഈ ഒരു സർവീസ് റോഡിനോട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാല് ലെഫ്റ്റ് സൈഡിൽ തന്നെ. ഇപ്പൊ സമയം ഇത്രയായി. നമുക്ക് 2:30ക്കാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ സമയം ഭയങ്കര കൃത്യനിഷ്ഠ ആൾക്കാരാണ്. 2:24. 2:30 ഇനി 5 മിനിറ്റ് മാത്രം നടക്കൂ. ഇങ്ങനെ നടക്കുന്നത് പെയിൻ ഉണ്ടാവൂല എന്നുള്ളൊരു സമാധാനം ഇതുണ്ട്. ഇവർക്ക് എല്ലാവർക്കും തിയേറ്ററിന്റെ ഉള്ളിൽ കയറാന്ന് പറഞ്ഞിട്ട് കേട്ടോ. നോക്കാം നമുക്ക് അവിടെ പോയിട്ട്. അവിടെ നിന്ന് ആരും ബോധം കെട്ട് വീഴരുത്. ഞാൻ അവസരം ഇതിന്റെ നോക്കേണ്ടി വരും. നോക്കരുത്, എന്ത് സംഭവിച്ചാലും കണ്ണടക്കരുത്. ഈ വേണം ഞങ്ങൾക്ക് ധൈര്യം തരാൻ. അതെ, രാവിലെ മുതൽ ശ്രീ ഞങ്ങൾക്ക് ധൈര്യം തന്നോണ്ടിരിക്കുന്ന പോലെ. അപ്പൊ സാധാരണ ഇവർ ഇന്നെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കേണ്ട അവസ്ഥയില് ഞാൻ കുഴപ്പമില്ല, ഞാൻ മൈൻഡ് കട്ടാക്കി ഇരിക്കുകയാണ്, നിങ്ങൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൈസ്, അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി. ഇതാണ് നമ്മൾ ശ്രീക്ക് ചെയ്യാൻ പോകുന്ന സർജറി. കണ്ടോ, 30 സെക്കൻഡ്സ് ഇൻ ന്യൂ വിഷൻ ഇൻ 30 സെക്കൻഡ്സ് എന്നാണ്. റിലാക്സ് സ്മൈൽ. കണ്ണടി രഹിത കാഴ്ചയ്ക്കുള്ള അതിന്യൂനത ലാസിക് സാങ്കേതിക വിദ്യ. സേഫാണ്, കംഫർട്ടാണ്, ക്വിക്ക് റിക്കവറിയാണ്. ഇത് നോർത്ത് കേരളയിൽ തന്നെ ഫസ്റ്റ് ടൈമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ ശ്രീക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ഉള്ളോട് പോവാം. ഇനി കുറച്ച് ചെറിയ ചെറിയ പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട് നമുക്ക് ഇതിന്റെ മുന്നേ, സർജറിന്റെ മുന്നേ ടെസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ സർജറിയിലോട്ട് കടക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പരിപാടി എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ കൗൺസിലിംഗ് റൂമിൽ ഇരിക്കുകയാണ്. ഫസ്റ്റ് വിഷന്റെ എന്തോ നോക്കാം അല്ലേ? വിഷൻ എന്തോ ഒന്നുകൂടി ചെക്ക് ചെയ്യാനുണ്ട്. ഒരുപാട് ടെസ്റ്റ് കഴിഞ്ഞതാണ്, ബട്ട് സ്റ്റിൽ നമ്മുടെ സർജറിക്ക് മുന്നേ ആയിട്ട് ഒന്ന് വിഷൻ ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാനുണ്ട്. ചെക്ക് ചെയ്തിട്ട് പിന്നെ എന്തൊക്കെയാ പ്രൊസീജിയർ എന്നുള്ള എനിക്ക് പ്രൊസീജിയർ ഞങ്ങൾ പറഞ്ഞില്ല. ഇനി ഓള് സംസാരിക്കുന്നില്ല. പിന്നെ ഈ ലൈവ് സർജറി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞങ്ങൾ ഉള്ളിൽ പോയിട്ട് എന്തായാലും വീഡിയോ എടുക്കും. ഞാൻ എടുക്കേണ്ടി അതന്നെയാണ്. വിഷൻ ഒന്നുകൂടെ ചെക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് എന്താന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും സർജറി നിങ്ങൾക്ക് ലൈവ് ആയിട്ട് തന്നെ കാണാം. ഇവരാരെങ്കിലും ഒക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ടോ ആരാന്നുള്ള എപ്പോഴും തീരുമാനിച്ചില്ല കേട്ടോ. ഞങ്ങൾക്ക് എന്നെ കണ്ടിട്ട് എന്താ തോന്നുന്നു. അപ്പൊ നമ്മൾ സ്കാൻ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ ഫസ്റ്റ് നമ്മൾ റൂമിലേക്ക് പോവാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ഇതേ റൂമിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് കോഫി ഒക്കെ തന്നിട്ടുണ്ട്. കോഫി കുടിച്ചിരിക്കാൻ പറഞ്ഞിട്ട് ഇനിയിപ്പോ സർജറിന്റെ സമയമാകുമ്പോൾ ആര് നമ്മളെ വിളിക്കും. അത് കഴിഞ്ഞ് ശ്രീ സർജറിക്ക് പോകുന്നു. വെറും 15 മിനിറ്റിനുള്ളിൽ ശ്രീ തിരിച്ചു വരുന്നു. വിത്ത് വിഷൻ. എനിക്ക് ടെൻഷൻ ചെറുതായിട്ടുണ്ട്, പക്ഷെ എനിക്ക് പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ആ ഒരു ധൈര്യം സംഭരിച്ചിരിക്കും. അമ്മ ശ്രീക്ക് കൊടുക്കാം. ഇല്ലമ്മ, ഞാൻ കയറാൻ നിൽക്കുക. അല്ലല്ല, കഴിഞ്ഞില്ല. ഞാനത് കയറാൻ നിൽക്കുകയാണ്. ഒരു 5-10 മിനിറ്റ് കൊണ്ട് അങ്ങോട്ട് വിളിക്കും. എന്നിട്ട് പിന്നെ സർജറി, പിന്നെ 10-15 മിനിറ്റ് കൊണ്ട് തിരിച്ച് റൂമിലേക്ക് എത്തുന്നു വിചാരിക്കുന്നു. ഇല്ല ഇല്ല, ഓ അമ്മ കഴിഞ്ഞിട്ട് വിളിക്കാം. പേടിനെ പറ്റിയിട്ട് അതാണ് മിഷൻ അടുത്തേക്ക് വരുമ്പോ പേടിക്കരുത്. അമ്മ ഞാനാ അല്ല, ഇത് കഴിഞ്ഞിട്ടില്ല. സർജറിക്ക് കയറാൻ നിൽക്കുകയാണ് കേട്ടോ. ഒരു 10 മിനിറ്റ് കൊണ്ട് ഞാൻ സർജറിക്ക് കയറും കേട്ടോ. ഓക്കെ, ആയിക്കോട്ടെ. വേറെ പേടിക്കാനൊന്നുമില്ല. നീ പേടിച്ചിട്ടാണ് അധികം ഉണ്ടാത്തെന്നുള്ള എനിക്കറിയാം. വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ. അപ്പൊ ശ്രീ ഇതാ സർജറിക്ക് പോകാൻ വേണ്ടി റെഡി ആവാണ്. അവർ ഈ ഡ്രസ്സ് തന്നിട്ടുണ്ട്. ഇത് ഇട്ടിട്ട് മുടി പൊക്കത്ത് കെട്ടി വെച്ച് ക്യാപ്പൊക്കെ ഇട്ടിട്ടാണ് പോകേണ്ടത്. സോക്സ് നമ്മൾ സർജറി റൂമിൽ കയറുമ്പോഴാണ് ഇടുന്നത്. സല്ലുവാണ് കൂടെ പോകുന്നത്. ഷൂട്ട് ചെയ്യാനുള്ളതൊക്കെ സല്ലുവാണ്. അപ്പൊ സല്ലുവിന്റെ ലൈവായിട്ട് വീഴുമെന്നാണ് എന്റെ പേടി. വീണല്ലാതെ ദൗത്യം വേറെ ആരെങ്കിലും ഏറ്റെടുക്കേണ്ടതാണ്. ഇല്ല വീഴൊന്നുമില്ല.
അങ്ങനെ നമുക്കിനി സർജറിക്ക് പോവാം. ഞാൻ ഡ്രസ്സൊക്കെ ചെയ്തു. 15 മിനിറ്റ് പേടിക്കണ്ട. ഇതെന്താ കൈ ഓർക്കുന്നത്? സലൂൺ ക്യാപ്പ് ഇടണം. പ്രൊസീജിയർ എക്സ്പ്ലെയിൻ ചെയ്യുക. ഗ്രീൻ കളർ ലൈറ്റിലേക്ക് നോക്കാൻ പറയും. ആ ലൈറ്റ് തന്നെ നോക്കുക. ബട്ട് ഒരു 5 സെക്കൻഡ്സിന് ശേഷം ആ ഡോട്ട് അവിടെ നിന്ന് ഡിസപ്പിയർ ആവും. പക്ഷെ ആ ഡോട്ട് എവിടെ പോയിന്ന് നമ്മൾ സെർച്ച് ചെയ്യാൻ പാടില്ല. മുന്നേ എവിടെയാണ് നോക്കിയിരുന്നത് അവിടെ ആ ഡോട്ട് ഉണ്ടെന്ന് ഇമാജിൻ ചെയ്തിട്ട് അവിടെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ആ ഡോട്ട് തന്നെ നോക്കിയിരിക്കാം. പിന്നെ കണ്ണ് ഓപ്പൺ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ലിപ്പ് ഇടും. പിന്നെ നമ്മൾ ടോപ്പിക്കൽ അനസ്തെറ്റിക്സ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പെയിനോ കാര്യങ്ങളോ ഒന്നും അറിയില്ല. ജസ്റ്റ് ആ ലൈറ്റ് മാത്രം നോക്കി നിൽക്കുക. എന്തുണ്ടെങ്കിലും റെസ്പോണ്ട് ചെയ്തോളൂ. പക്ഷേ സഡൻ ആക്ഷൻസ്, സഡൻ മൂവ്മെന്റ്സ് അതൊന്നും പാടില്ല. മൂവ് ചെയ്യാൻ പാടില്ല. എനിക്ക് സംസാരിക്കാൻ പറ്റും. ബട്ട് അധികം സംസാരിക്കണ്ട. ഭയങ്കര ഡ്രേപ്പ് വെക്കും. കമോകം ഫുള്ളായിട്ട് തുണി വെച്ചിട്ട് മറയ്ക്കും. ജസ്റ്റ് ഒരു സ്റ്റെറോയിഡ് ഡ്രേപ്പ് വെക്കും. അപ്പം അതുകൊണ്ട് തന്നെ എന്തെങ്കിലും സഫക്കേഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പറഞ്ഞോളൂ. അല്ലാണ്ട് നമ്മൾ സംസാരിക്കാനൊന്നും പാടില്ല. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം പറയാം കേട്ടോ. ഒരു കണ്ണിൻ്റെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയെന്നാണ് കേട്ടോ ഇവിടുന്ന് പറഞ്ഞത്. അതായത് ലേസർ, അതായത് ആ മെഷീൻ കൊണ്ടുള്ളത് കഴിഞ്ഞിട്ടുണ്ടാവും. അതെ, മെഷീൻ കൊണ്ടുള്ളത് കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി ഡോക്ടേഴ്സ് കണ്ണിന് ടിഷ്യൂ എടുത്ത് മാറ്റുന്ന ആ ഒരു ക്ലീൻ ചെയ്യാം. ക്ലീൻ ചെയ്യാം ആ ഒരു പ്രൊസീജിയർ ആയിരുന്നു. കഴിഞ്ഞു. 4 മണിക്കാണ് ഓളെ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഉള്ളിലോട്ട് കൊണ്ടുപോയത് കേട്ടോ. ഇപ്പം 4:25 കഴിഞ്ഞിട്ടുള്ളൂ. അതായത് 25 മിനിറ്റ്സ് കൊണ്ട് പ്രൊസീജിയർ മൊത്തം കഴിഞ്ഞ് ക്ലീനിങ്ങും ഒക്കെ എങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മെയിനായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഈ ഒരു സമയം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെയാണ്. ചെറിയൊരു ബ്ലറി എഫക്റ്റ് ഉണ്ട്. പിന്നെ ചില സ്ഥലത്ത് ഇത് ഈ ഒരു ഇതിൽ എനിക്കൊരു യെല്ലോയിഷ് ആയിട്ട് കാണുന്നുണ്ട്. ബാക്കി ഓക്കെ ആവില്ല. പിന്നെ കുഴപ്പമില്ല. സല്ലു, എന്തായിരുന്നു ആ എക്സ്പീരിയൻസ്? എടുത്തത് ഈ വട്ടത്തിൽ കാണുന്ന മാക്രോ ആയിട്ട് ഇതാണ് സ്ത്രീൻ്റെ കണ്ണിന്ന് ഇപ്പം നമ്മൾ എടുത്തത്. ഇനി നമുക്ക് വിഷൻ കംപ്ലീറ്റ്ലി ക്ലിയർ ആയിരിക്കും. കുറച്ച് നേരം റിലാക്സ് ചെയ്തോ. എങ്ങനെയുണ്ടായിരുന്നു പ്രൊസീജിയർ? ഞാൻ പെയിനൊന്നും അറിഞ്ഞിട്ടില്ല. പിന്നെ എനിക്ക് പൊതുവേ ഉള്ളൊരു പേടി ആ ഒരു സാധനമേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ ഞാൻ പെയിനൊന്നും അറിഞ്ഞിട്ടില്ല. ഒരു പെയിനും ഇല്ലായിരുന്നു? ഇല്ലല്ല, പെയിനായിട്ടില്ല. നമ്മുടെ എന്താ കണ്ണിന്റെ മുകളിൽ കൂടെ എന്തൊക്കെയോ പോണ പോലെ തോന്നും, എന്തൊക്കെയോ ചെയ്യുന്ന പോലെ തോന്നും, അത്രയേ ഉള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല. ഏകദേശം കണ്ണിൽ പൊടിയൊന്നും ആവാൻ പാടില്ല. പിന്നെ കണ്ണ് നമ്മൾ റബ്ബ് ചെയ്യാൻ പാടില്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. മാക്സിമം നമുക്ക് ആ ഒരു സെക്യൂർ ആക്കിയിട്ട് കൊണ്ടുപോവാം. ചെറിയൊരു ബ്ലറിനെസ് ഉണ്ട് എനിക്ക്. ഒരു 2 മണിക്കൂറിന് ശേഷം ഓക്കെ ആവുന്ന പറഞ്ഞു. പിന്നെ ഒരാഴ്ചക്ക് നമ്മൾ സൺഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് വേണം, അഥവാ പുറത്ത് പോവുകയാണെങ്കിൽ നമ്മളായിട്ടൊന്ന് ടേക്ക് കെയർ ചെയ്യണമല്ലോ. അപ്പൊ അഥവാ പുറത്ത് പോവുകയാണെങ്കിൽ സൺഗ്ലാസ് ഒക്കെ ഇടണം. അതിന് വേണ്ടിയിട്ട് പുതിയ സൺഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ട്. നോർമൽ ഗ്ലാസ് വലിയ സൺഗ്ലാസ്. എന്റെ ഒരു കണ്ണട ആവശ്യമില്ല. എന്തായാലും കൂടെ ഇത്രയും കാലം ഉണ്ടായിരുന്നല്ലേ. എത്ര സിമ്പിൾ ആയിട്ടാ ശ്രീ കഴിഞ്ഞു വന്നത് അല്ലേ? കഴിഞ്ഞിട്ട് കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ട് നടക്കുന്നത്.
സൺഗ്ലാസ് കിട്ടി കൂളിംഗ് ഗ്ലാസ് കിട്ടാണ്. സന്തോഷായില്ലേ? വിഷൻ ഇങ്ങോട്ട് മൊത്തത്തില് കിട്ടുന്ന മൊമെന്റിന് വേണ്ടി ഞാൻ ശരിക്കും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോക്കാം. ഹലോ. അപ്പം അടുത്ത ദിവസം മോർണിംഗ് ആണിത്. ഞാൻ ഈ ഒരു അവസ്ഥയിലാണ് ഉറങ്ങിയത്. കാരണം കൈ എൻ്റെ കണ്ണിൽ തട്ടാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു കവർ, ഇത് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ കൈ തട്ടിപ്പോണതിനെക്കാട്ടിയും നല്ലത് ഇതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഉറങ്ങിയത്. ഇനിയിപ്പം ഈ പ്ലാസ്റ്റേഴ്സൊക്കെ അഴിച്ചിട്ട് നമുക്ക് ഈ കവർ അഴിക്കണം. ഒന്ന് അയച്ചിരുമോ? ഇതൊക്കെ എൻ്റെ കരവരുത് സല്ലു വെള്ളം കൂടെ ഒട്ടിച്ചെന്നത്. അപ്പം അത് വെള്ളം കൂടെ എത്ര നേരം എടുക്കും? ഇന്നലെ കുറെ ആഫ്റ്റർ കെയറുകൾ ഉണ്ടായിരുന്നു, കുറെ ഡ്രോപ്സ് ഒക്കെ ഇട്ടിക്കാനുണ്ടായിരുന്നു. ഒരുപാട് ഡ്രോപ്സ് ഉണ്ടായിരുന്നു. ഇവർക്ക് അറിയുള്ളൂ. അപ്പോൾ ഇവർ ഓരോരുത്തരും നിന്ന് കൃത്യമായിട്ട് എനിക്ക് ഒട്ടിച്ച് തന്നു. എനിക്ക് കണ്ണ് വിഷൻ ഇന്നൊക്കെ ക്ലിയർ ആവുള്ളൂ. ഞാൻ 2 കണ്ണുകൊണ്ട് ഒരുമിച്ച് തുറക്കുള്ളൂ കേട്ടോ. ആയിക്കോട്ടെ. ചെറിയ സ്വെല്ലിംഗ് ഉണ്ടായിരുന്നു, അപ്പോൾ സ്വെല്ലിംഗ് കുറച്ച് കുറവുണ്ട്. അത് എന്തായാലും സ്വെല്ലിംഗ് 2-3 ദിവസം ഉണ്ടാവും. കാരണം നമ്മൾ അത്രയും ഡ്രോപ്സ് ഇട്ടിക്കുന്നതല്ലേ. പക്ഷെ എന്നാലും കുറവുണ്ട് ഇന്നലത്തേലും കാണും. ആണല്ലേ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കാണുന്നുണ്ടോ? എൻ്റെ ക്ലാരിറ്റി കാണുന്നുണ്ടോ? എന്നുവെച്ചാൽ കുറച്ചും കൂടെ ഒരു പുകമറയുണ്ട്. പക്ഷെ എൻ്റെ നോർമൽ കണ്ണുകൊണ്ട് ഞാൻ കാണുന്ന വിഷൻ ഇതല്ല. ഇത്ര ദൂരത്ത് നിന്ന് എൻ്റെ മോൻ കാണുന്നുണ്ട്. ഇവിടുന്ന് കാണുന്നുണ്ട്. ഇവിടുന്ന് എനിക്ക് ക്ലോക്ക് കാണാം. എനിക്ക് ക്ലോക്ക് കാണാം. ആ ദൂരത്തുള്ള ക്ലോക്ക് ഞാൻ കണ്ണട ഇല്ലാണ്ട് അവിടെ നിന്ന് നിൽക്കുന്നതല്ലേ. എനിക്ക് കാണാം. ഹായ്. എന്നെ ഇവിടുന്ന് കാണുന്നുണ്ടോ? ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ? ഞാൻ കുറച്ചുകൂടെ ദൂരത്തേക്ക് പോവാം. ഏത് ഇതോ? ആ ഓക്കെ. എന്നാ കാണുന്നുണ്ടോ? ആ ഇപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത്? ഒരു കണ്ണടച്ച് ഇപ്പുറത്തെ കണ്ണടച്ച് ഞാൻ അവട്ടിയുള്ളതോ പറഞ്ഞേരെ. ഇതാ ആ പോസ്റ്റില്ലേ, ആ പോസ്റ്റിന്റെ മുകളിലെ ബോർഡ് ഞാൻ ഇവിടെ നിന്ന് വായിച്ചു. എനിക്ക് കൃത്യമായിട്ട് കാണുന്നുണ്ട്. പുകമറയുണ്ട്, പക്ഷെ അത് സർജറീൻ്റെ ഭാഗമാണ്. അത് അവർ പറഞ്ഞിട്ട് 2 ദിവസം എടുക്കും. ആ പുകമറ ഇന്ന് മാറാൻ 2 ദിവസം എടുക്കും. പക്ഷെ ഇന്ന് മുതൽ തന്നെ നോർമലായിട്ട് ചെയ്യുന്നതെല്ലാം ചെയ്യാൻ പറ്റും. ശരിയാണ്, ഈ കാഴ്ച വെച്ചിട്ട് ഇന്ന് മുതൽ തന്നെ നോർമലായിട്ട് നമ്മൾ ചെയ്യുന്നതെല്ലാം ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് ഭയങ്കരമാണ്. കാരണം ഞാൻ ആ ബോർഡ്, അത്രയും ദൂരത്തിലുള്ള ബോർഡാണ് ഞാൻ എൻ്റെ ഐസുകൊണ്ട് ഞാൻ വായിച്ചത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്കിപ്പോൾ മുതൽ തന്നെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഭയങ്കര ഹാപ്പിയാണ് ഗൈസ്. ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. നീ എന്റെ കണ്ണട എവിടെയാന്ന് ചോദിച്ചു നടക്കണോ? സെല്ലുവിന്റെ കണ്ണട കണ്ടിരുന്നോ? കണ്ണട ഞാൻ അല്ലെങ്കിൽ കണ്ണട എവിടെയെങ്കിലും ആരെങ്കിലും കയ്യിലാക്കിയിട്ട് അല്ലെ ഇവിടെ കുളത്തിട്ട് പോവും അവന്റെ കയ്യില്, അല്ല ആരെയും ഏൽപ്പിക്കും. ഇവൻ തന്നെ ഇരുന്നിട്ട് എന്റെ കണ്ണടന്റെ മുകളിൽ നിന്ന് 2 കണ്ണട എന്റെ പൊട്ടിച്ചിട്ടുണ്ട്. 2 ഞാൻ എവിടെയെങ്കിലൊക്കെ കൊണ്ട് വെക്കുക. പിന്നെ അത് പിന്നെ ഞാൻ തപ്പുന്നൊരിതുണ്ട്. അത് തപ്പ വെച്ച കണ്ണട കണ്ണിലില്ലാതെയാണല്ലോ തപ്പുന്നത്. ടൈം എടുക്കും. ഹെൽപ്പ് ചെയ്യണ്ടേ? അപ്പൊ എല്ലാവരും ഓരോരോ വഴിക്ക് ഓടിയിട്ട് എവിടെന്നെങ്കിലും ഒക്കെ തപ്പെടുത്തുകൊണ്ടുവരും. പക്ഷെ എന്നാലും ഞാൻ നല്ല സേഫ്, ഡസ്റ്റ് ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് തന്നെ വെക്കുള്ളൂ. കണ്ണട ഞാൻ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് കണ്ണൊന്ന് മൊത്തത്തിലൊന്ന് ശരിയായിട്ട് വേണം. ഫ്രെയിം ചെയ്ത് വെക്കാം. അതെ, ഫ്രെയിം ചെയ്ത് വെക്കും ഞങ്ങൾ. ഇനിയിപ്പം ഇന്ന് 10 മണിക്ക് നമുക്ക് ബുക്കിംഗ് ഉണ്ട് ഹോസ്പിറ്റലിൽ. കണ്ണ് ക്ലീൻ ചെയ്യാനും നമുക്ക് കണ്ണ് തൊടാൻ പറ്റില്ല. അപ്പം 10 മണിക്ക് അവിടെ പോയി കണ്ണ് ക്ലീനായി. എന്തായാലും നാളേക്ക് ആകുമ്പോഴത്തേക്കിനും നല്ല ക്ലിയർ ആവാൻ ചാൻസ് ഉണ്ട്. നമ്മളിതേ കണ്ണ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. വെച്ചിരിക്കും എന്തോ പോലെ ആവുന്നുണ്ട്. പക്ഷേ ഞാൻ കാഴ്ച എനിക്ക് ഏകദേശം ഓക്കെ ആയി വരുന്നുണ്ട്. ഇനി നമുക്ക് പോയിട്ട് കണ്ണ് ക്ലീൻ ചെയ്യാം. ഒന്ന് ട്രൈ ചെയ്ത് UOXTV ROZVSTH നോർമലായിട്ട് നമ്മൾ വായിക്കേണ്ട 66 നോർമലായിട്ടുണ്ട്. ഇനി നമ്മൾ മെഡിസിൻസ് ഒഴിച്ച് കഴിയുമ്പോൾ അത് ഓക്കെ ആയിക്കോളൂ. ചെറിയൊരു ഡ്രൈനെസ്സിൻ്റെ ആണ്. പിന്നെ നമ്മൾ ആ ഒഴിക്കുന്ന മെഡിസിൻ്റെയും ചെറിയതുണ്ട്. അതുകൊണ്ടാണ് ഈ വൈറ്റ് ഡിസ്ചാർജ് ഒക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും മെഡിസിൻ ഒഴിക്കുന്നതിന് മുൻപ് ക്ലീൻ ചെയ്തിട്ട് ഒഴിച്ചാൽ മതി. ആ ഒരു ചെറിയ ഡിസ്ചാർജ് ഒരു ഇനീഷ്യൽ ഒരു 1 or 2 ഡേയ്സിനുണ്ടാവും. കഴിഞ്ഞ് ഓക്കെ ആയിക്കോളൂ.
മരുന്ന് പറയാൻ എത്തിക്കുക 1-2 ആഴ്ച ഒന്നുകൂടി ഇമ്പ്രൂവ് ആവും, ക്ലിയർ ആവും. സർജറി കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഡേ ക്ലീനിങ്ങിന് വന്നതായിരുന്നു. എൻ്റെ വിഷൻ ഇപ്പം നോർമലായി. ഞാൻ ആ ലാസ്റ്റ് ലൈൻ വരെ വായിച്ചു. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് അവരവിടെ ഒരു കേക്ക് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നൗ യു ക്യാൻ സ്മൈൽ വിത്തൗട്ട് ഗ്ലാസസ്. സത്യമായിട്ട് അതാണ് ഞാൻ ഭയങ്കര ഹാപ്പി. ക്ലീനിങ് മാത്രമാണെന്ന് വിചാരിച്ചിട്ട് ഞാനും സല്ലും മാത്രം വന്നായിരുന്നു. 5 ഷാമിയൊന്നും ഇല്ല. അതുകൊണ്ടാണ് അവർ രണ്ടുപേരും വരാത്തപ്പോൾ ഞാൻ മാത്രമായി പോയി. സത്യം പറഞ്ഞാല് എനിക്ക് ഭയങ്കര പേടിയുള്ള ആളാണ്. ഞാനിവിടെ വന്നപ്പോൾ ഞാൻ എന്നെ ഭയങ്കര കംഫർട്ടബിൾ ആക്കി. ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ വരെ ഞാൻ ചോദിക്കുന്നുണ്ട് ഓക്കെ അല്ലേ. സത്യം പറഞ്ഞാൽ അത്രയും പേടിയുള്ള ആളാണ് ഞാൻ. എല്ലാവർക്കും അവരുടെ അവർക്ക് ഇഷ്ടപ്പെടുന്ന ആ പഴയ കാഴ്ചയിലേക്ക് വരാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും തരാൻ പറ്റും കേട്ടോ. ഡോക്ടർ വിശേഷ് ഈ ഡോക്ടറാണ് എന്റെ സർജറി ചെയ്തു തന്നത്. സത്യം പറഞ്ഞ ഡോക്ടറെ ഞാൻ നല്ലോണം ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇടയിൽ ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എന്നെ അത്രയും കംഫർട്ടബിൾ ആക്കിയിട്ട് എനിക്ക് ഈ സർജറി ചെയ്തു തന്നത് ഡോക്ടറായിരുന്നു കേട്ടോ. നമ്മൾ ശരിക്കും ബാക്കിയുള്ളവരെ മിസ് ചെയ്തു കേട്ടോ. ഇതിപ്പോ ജസ്റ്റ് ക്ലീനിങ് അല്ലേ, അതിനെല്ലാരും കൂടെ അങ്ങോട്ട് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാരും വരാതിരുന്നത്. ഇത് അവര് നമുക്ക് വേണ്ടിയിട്ട് ഒരു കേക്ക് അവിടെ പ്രിപ്പയർ ചെയ്ത് വെക്കും. അത് എല്ലാരും കൂടെ ഇങ്ങനെ കട്ട് ചെയ്യുന്നൊന്നും നമ്മൾ അറിഞ്ഞിരുന്നില്ല. അങ്ങനെയാണ് എല്ലാരും കൂടെ നല്ല ഹാപ്പി ആയിട്ട് അങ്ങനെ ചെയ്യായിരുന്നു. പക്ഷെ സ്റ്റിൽ സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്തൊരു മെമ്മറി ആയിരിക്കും ആ ഒരു മൊമെന്റ് എന്ന് പറഞ്ഞത്. സത്യമായിട്ടും ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. എന്താ എനിക്ക് പറയാൻ വാക്കുകളില്ല. ഞാൻ കൃത്യമായിട്ട് ആ ലാസ്റ്റ് ലൈന് വായിച്ചത് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ ഗ്ലാസസ് ഇല്ലാണ്ടാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും ആ ലാസ്റ്റ് ലൈൻ ഞാൻ ഗ്ലാസസ് ഇല്ലാണ്ട് വായിച്ചു എന്നുള്ളതും എനിക്കിപ്പോഴും സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തിയിട്ടില്ല. അവർ തരുന്ന കംഫോർട്ടും ഹോസ്പിറ്റാലിറ്റിയും ഒക്കെ അതെടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. നമ്മൾ അവിടെ പോയാൽ ഉറപ്പായിട്ടും നമ്മൾ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടായിരിക്കും നമ്മുടെ ഒരു സർജറി ആണെങ്കിലും നമുക്ക് എന്തൊരു കാര്യമാണെങ്കിലും അവിടെ നിന്ന് ഇറങ്ങി വരുന്നത് എന്നുള്ളത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും. അത്രയും ഞങ്ങൾക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. വെരി എഫിഷ്യന്റ്. സത്യമായിട്ട് അവർ ഭയങ്കര എഫിഷ്യന്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സാണ്. എല്ലാ സ്റ്റാഫും എല്ലാവരും ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു ഞങ്ങൾക്ക്. അത് പറയാതിരിക്കാൻ വയ്യ. ഇനി 2-3 ദിവസം കഴിഞ്ഞിട്ട് ഈ കണ്ണിന്റെ പുകമറയൊക്കെ മാറിയിട്ടുള്ള റിസൾട്ട് ഞാൻ കാണിച്ചു തരാം. 2-3 ദിവസം കഴിഞ്ഞിട്ട് കാണാം. ഇന്ന് എൻ്റെ സർജറി കഴിഞ്ഞിട്ട് സെക്കൻഡ് ഡേ ആണ്. എനിക്ക് കാര്യങ്ങളെല്ലാം ക്ലിയർ ആയി വരുന്നുണ്ട്. ദൂരെയുള്ളതൊക്കെ കാണുന്നുണ്ട്. എനിക്ക് ഒരു പുകമറ പോലെ ചെറുതായിട്ടൊരു പുകമറ പോലെ ഇങ്ങനെയുണ്ട്. പിന്നെ ഫോണിലൊന്നും അങ്ങനെ അധികം എന്നോട് നോക്കിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് ഡേ മുതൽ 3rd ഡേ മുതലൊക്കെ നമുക്ക് നോക്കാം. അതിനൊന്നും വിഷയമില്ല. നിങ്ങളുടെ യൂഷ്വലായിട്ട് നിങ്ങൾ ചെയ്യുന്ന എന്താണ് എഡിറ്റിംഗ് ആണെങ്കിൽ എഡിറ്റിങ് അതൊക്കെ ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ ഒരു തംബ്നെയിൽ ഞാൻ ഇരുന്ന് ചെയ്തു. നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ള തംബ്നെയിൽ ഞാൻ ഇരുന്ന് ചെയ്തു. ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ ഞാൻ സിസ്റ്റത്തിൻ്റെ മുകളിൽ ഇരുന്നിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ ഇന്നലത്തേനെക്കാട്ടി ബെറ്റർ ആയിട്ട് ഇന്ന് വരുന്നു. ഇന്നത്തേനെക്കാട്ടി എന്ന് വെച്ചാൽ ആ ഒരു പുകമറയൊക്കെ മാറി വരുന്നുണ്ട്. ഓരോ ദിവസം കൂടുന്തോറും വിഷൻ ഇങ്ങനെ ക്ലിയർ ആയി വരുമെന്നാണ് പറഞ്ഞത്. ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൊത്തത്തിൽ എനിക്ക് ആ ഒരു പുകമറയെല്ലാം മാറി നല്ല ക്ലിയർ ഉള്ള ഒരു വിഷൻ വേണ്ടിയിട്ട്. പിന്നെ കണ്ണിൽ ഉള്ള ഡ്രോപ്സും കാര്യങ്ങളും ഒക്കെ ഒരുപാടുണ്ട്. അത് ഞാനിവിടെ ലൈനാക്കി വെച്ചിരിക്കുകയാണ്. ആദ്യം ഇത്, പിന്നെ അതിനുശേഷം ഇത് എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ലൈനാക്കി വെച്ചിട്ടുണ്ട്. അതല്ലാതെ എൻ്റെ തലയിൽ നിൽക്കില്ല. പിന്നെ ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത് എനിക്ക് ഈ ടൈമിന് ഡ്രോപ്പ് എല്ലാം കണ്ണിൽ ഉറ്റിക്കുക എന്നുള്ളത് എനിക്ക് ഒട്ടും അങ്ങനെ എൻ്റെ തലയിൽ നിൽക്കാത്തൊരു സാധനമാണ്. അതിനോണ്ട് തന്നെ ഇവരെല്ലാവരും ഇവിടെ നിൽക്കും. രാത്രിത്തെ ഡ്രോപ്പും കൂടി ഉറ്റിച്ചിട്ട് ഇവരെല്ലാവരും പോവുള്ളൂ. 5 ഷാമി സല്ലു എല്ലാവരും ഉണ്ടാവും. കിടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, കോമഡിയാണ്. ഒരു ആമേൻ്റെ തോട് പോലത്തെ ഒരു സാധനമൊക്കെ കണ്ണി വെച്ചിട്ടാണ് കിടക്കുന്നത്. ഇത് ഞാൻ ഇന്നലെ ഒട്ടിച്ചു വെച്ചതാണ്. അതെന്തായാലും മാറ്റി നല്ലോണം സാനിറ്റൈസ് ചെയ്ത് അതിന് ശേഷം കണ്ണിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഞാൻ ഉറങ്ങുക. അതിനെക്കാട്ടി വലിയൊരു കാര്യം എന്താ വെച്ചാൽ ഞാൻ ആ ബെഡിൽ നിന്ന് എണീച്ചാൽ എനിക്ക് സ്പെക്സ് വേണമായിരുന്നു. ഇപ്പം ഇത് കണ്ടോ, ഇത് ഇവിടെ ഇങ്ങനെ ഒരു യൂസും ഇല്ലാതെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇന്നത്തേക്ക് 2 ദിവസമായി ഗൈസ്. ഇതൊക്കെയാണ് എൻ്റെ മെഡിസിൻസ്. ഇതാദ്യം, ഇത് സെക്കൻഡ്, ഇത് തേർഡ്, ഇത് ഫോർത്ത്. ഇത് പിന്നെ നൈറ്റിൽ മാത്രമേ ഉള്ളൂ. ഇത് ലൂബ്രിക്കൻ്റ് ആണ്, ഓയിൻമെൻ്റ് ആണ്. ഇതും ലൂബ്രിക്കൻ്റ് ആണ്. ഇത് പിന്നെ എന്തായിരുന്നു എന്ന് എനിക്ക് മറന്നുപോയി. ഇത് എന്തോ ആൻറ്റിബയോട്ടിക് അങ്ങനെ എന്തോ ആയിരുന്നു. അതൊന്നും ഞാൻ നോക്കൂല. ഇതൊക്കെ 8 times എ ഡേ അങ്ങനെയൊക്കെ ആ ഒരു രീതിയിലൊക്കെ പലതും പല സമയത്താണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇതൊക്കെ കൃത്യമായിട്ട് ഇതിൻ്റെ മുകളിൽ കൃത്യമായിട്ട് എഴുതി തന്നിട്ടുണ്ട്.
ഞാൻ പിന്നെ ഇവരെല്ലാവരും ഉള്ളത് കൊണ്ട് അങ്ങോട്ട് ശ്രദ്ധിക്കുന്നില്ല എന്നേ ഉള്ളൂ. പിന്നെ ഐ ഫൗണ്ടേഷനിൽ നമുക്ക് എക്സ്ട്രാ ഉള്ള ഡ്രോപ്സും കാര്യങ്ങളും ഒക്കെ ഇത് ഇവിടെ തന്നിട്ടുണ്ട്. പക്ഷെ അങ്ങനെ 1 month മെഡിസിൻസ് യൂസ് ചെയ്യുന്നതിന് എനിക്ക് ഒരു പരാതിയും ഇല്ല. കാരണം എനിക്ക് അതിനെക്കാട്ടൊക്കെ എത്രയോ വലുതാണ് എനിക്കിപ്പോൾ കിട്ടിയത്. ഇവിടെ ഇരുന്ന് എനിക്ക് അവിടെ ഇരിക്കുന്ന അമ്മേനെ കാണാം, അമ്മേൻ്റെ മുഖത്ത് എന്താ എക്സ്പ്രഷൻ ഉള്ളതെന്ന് എനിക്ക് കാണാം. ഇതൊന്നും എനിക്ക് പറ്റാറില്ല. ഗൈസ് സർജറി കഴിഞ്ഞിട്ടുള്ള 3rd day ആണ്. അപ്പോൾ അതാ നടക്കാൻ ഇറങ്ങുകയാണ്, കാഴ്ചകളൊക്കെ കണ്ട് നടക്കുകയാണ്. വെറുതെ ഒരു സമാധാനത്തിന് കൂളിംഗ് ഗ്ലാസ് കയ്യിലെടുത്തിട്ടുണ്ട്. മഴ നനഞ്ഞിട്ട് നിലമെല്ലാം അങ്ങനെ എന്താ പറയാ വെള്ളമായിട്ട് കിടക്കുക. അപ്പൊ എപ്പോഴെന്തായാലും പൊടി ഉണ്ടാവില്ല. പക്ഷെ ഇൻ കേസ് എന്താ പൊടി തോന്നുകയാണെങ്കിൽ ഇടാൻ വേണ്ടിയിട്ട് കുഴപ്പമില്ല, നല്ല രസമുണ്ട്. അപ്പോൾ കാഴ്ച എങ്ങനെയുണ്ട്? കാഴ്ച എന്ന് പറഞ്ഞാൽ ആ ഫോഗി എഫക്റ്റ് ചെറുതായിട്ട് കുറഞ്ഞു വരുന്നുണ്ട്. പിന്നെ കാണുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങ് വരെ കാണാം, അങ്ങ് അവിടെ വരെയൊക്കെ കാണാം, ക്ലിയർ ആയിട്ട് കാണാം. ഇനി കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ ഈ ഫോഗി ഈ ഒരു എഫക്റ്റും കൂടി മാറും. പിന്നെ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാഴ്ച വരും. ഇപ്പം തന്നെ മൊത്തത്തിൽ കാണാൻ നല്ല രസമുണ്ട്. എനിക്ക് എന്താ പറയുക ഫീൽ ചെയ്യുന്നത്, ഞാനൊരു 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതേ വയൽ തന്നെ ഇവിടെ ഇങ്ങനെ കുറേ തുമ്പികളൊക്കെ ആയിട്ട് ഓടി കളിക്കും. എനിക്ക് അന്നത്തെ ഒരു ഫീൽ, കാരണം 6ാം ക്ലാസ് 7ാം ക്ലാസ് ഒക്കെ ആകുമ്പോഴത്തെ എൻ്റെ കാഴ്ച കുറഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്ക് അന്നത്തെ ഒരു ഫീല് ശരിക്കും ഈ ഒരു എന്താ പറയുക ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ മൊത്തത്തിൽ ചുറ്റും നോക്കുമ്പോൾ നല്ല രസമുണ്ട്. ഒരാൾ ഇവിടെ അടക്കണ്ണാണ്, അത്ര ദൂരത്തേക്ക് കാണാന്ന് പറഞ്ഞിട്ട്. മെയിനായിട്ടുള്ള എന്താ അറിയോ, എനിക്ക് സാധാരണ നിങ്ങൾ ആലോചിക്കും ഇപ്പോൾ കണ്ണട ഉള്ള സമയത്തും വിഷൻ ക്ലിയർ ആയിരുന്നല്ലോ, അത് സംഭവം ആലോചിക്കും. പക്ഷെ എന്താന്ന് വെച്ചാൽ ഈ കണ്ണട എന്ന് പറയുമ്പം ഇത്ര സ്ക്വയർ അല്ലേ, ഇത്ര ഉണ്ടാവുള്ളൂ. അല്ല പിന്നെ ഇങ്ങനത്തെ കണ്ണടയ്ക്ക് ആവണം. അതായാൽ പോലും നമുക്ക് കണ്ണട ഉള്ള അത്രയേ ഉള്ളൂ ക്ലാരിറ്റി ഉണ്ടാവുക. ഇത് കഴിഞ്ഞ് നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് നോക്കുമ്പോഴും ഇത്രയാണ് കണ്ടിട്ടുള്ളത് വെച്ചാൽ ഇതിൻ്റെ മുകളിലേക്ക് ഫുള്ള് ബ്ലറാ. മുകളിലേക്ക് നോക്കണം എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ തന്നെ നോക്കണം. ഇതങ്ങനെയല്ല, ഇത് ഞാൻ ഇങ്ങനെ നിന്നാൽ ഇങ്ങനെ നോക്കണം എന്ന് വെച്ചാൽ കണ്ണത് ഇങ്ങനെ ഒന്ന് ആക്കിയാൽ മതി. അതാണ് ഇതിൻ്റെ ഡിഫറൻസ്. ഗൈസ്, ആഫ്റ്റർ 16 years 16 വർഷത്തിന് ശേഷം ഞാൻ ഈ ലോകം എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് ക്ലിയറായിട്ട് കാണുകയാണ്. നമ്മളിപ്പോൾ നല്ല ഭംഗിയുള്ളൊരു സ്ഥലത്താണ് വന്നിട്ടുള്ളത്. എനിക്കിപ്പോൾ മലകൾ കാണാം, ചെടികളും മരങ്ങളും എല്ലാം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാണാം. ഇപ്പോൾ സർജറി കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ വിഷനൊക്കെ ഫുള്ളി ഓക്കെ ആയിട്ടുണ്ട്. എനിക്ക് എന്താ പറയുക നല്ല ഭംഗിയുള്ളൊരു സ്ഥലം എനിക്ക് എൻ്റെ കണ്ണോട്ട് ഇങ്ങനെ നേരിൽ കാണണം എന്നുണ്ടായിരുന്നു. കാരണം ഇങ്ങനെയൊക്കെ ദൂരെ ഉള്ള ഈ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ കണ്ണിന് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട് എന്നുള്ളത്. ഇത് ഭയങ്കര എന്താ പറയുക ഒരു 4K ക്ലാരിറ്റി ആ ഒരു രീതിയിൽ എനിക്ക് ചുറ്റും കാണാൻ പറ്റുന്നുണ്ട്. അവിടെ 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 ആ മരങ്ങളില്ലേ, അവിടെ കൂടി നിൽക്കുന്ന മരങ്ങൾ ഞാൻ പറഞ്ഞത് ക്ലിയർ ആയിട്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത് ശരിക്കും ഞാൻ ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു. എൻ്റെ സർജറിക്ക് ശേഷം എനിക്ക് കണ്ണ് ശരിക്കും എല്ലാം ഓക്കെ ആയതിനു ശേഷം എന്തെങ്കിലും നല്ല ഭംഗിയുള്ളൊരു സ്ഥലം കാണണം എന്നുള്ളത്, അത് നടന്നു. പക്ഷെ നമ്മളിവിടെ എത്തിയ ഒരു അറ്റ്മോസ്ഫിയറും കൂടെ നോക്കണം. എനിക്ക് മഴ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങളിവിടെ എത്തിയത് ഒരു മഴയൊക്കെ ഉള്ള അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറിലും കൂടിയാണ്. മഴയും കാണാൻ പറ്റി, നല്ല ഭംഗിയുള്ള ഒരു ലാൻഡ്സ്കേപ്പും കാണാൻ പറ്റി. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്കെൻ്റെ കണ്ണുകൊണ്ട് ഇത്ര ക്ലിയറായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് ഞാൻ ഇങ്ങനെ റിയലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഈ ഒരു ആഗ്രഹം സാധിച്ചു തന്നത് നമ്മുടെ കോഴിക്കോടുള്ള ദ ഐ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിലാണ്. അപ്പോൾ അവർക്ക് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ഒരുപാട് സിറ്റീസിൽ അവർക്ക് ബ്രാഞ്ചസ് ഉണ്ട്. നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച ഇനി തിരിച്ചു കിട്ടൂലല്ലോ എന്ന് എന്നെപ്പോലെ വിഷമിച്ച് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും എന്ന് എനിക്കറിയാം. കാരണം അതിൻ്റെ ബുദ്ധിമുട്ട് അത് അനുഭവിച്ചവർക്ക് എന്തായാലും മനസ്സിലാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം ഉള്ള സൊല്യൂഷൻസ് ഇവിടെ ഉണ്ട്. ഞങ്ങൾ ഉറപ്പ് തരുകയാണ്. കാരണം ഞങ്ങൾ അത്രയും കംഫർട്ടബിൾ ആയിരുന്നു. ഞങ്ങൾക്ക് ബെസ്റ്റ് റിസൾട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ എനിക്ക് ഉറപ്പ് തരാൻ പറ്റും എന്തായാലും ദ ഐ ഫൗണ്ടേഷനിൽ പോയാൽ നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് റിസൾട്ട് കിട്ടും എന്നുള്ളത് എനിക്ക് ഉറപ്പ് തരാൻ പറ്റും. ഞാൻ അത്രയും ഹാപ്പി ആയിട്ടാണ് ഇവിടുന്ന് പറയുന്നത്. അപ്പോൾ ദ ഐ ഫൗണ്ടേഷന് എൻ്റെ ഒരു ബിഗ് 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 താങ്ക് യു. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ കണ്ടു നടക്കണം.